നീയോരം നനഞ്ഞൊഴുകും മുകിൽമാലകളോ നിഴലോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ. കല്യാണമൊക്കെ കഴിഞ്ഞ് നിക്കൂ, ഒന്നിച്ച് നിക്കൂ. അനിയത്തി ഇങ്ങനെ ഇതൊക്കെ വെച്ചോ. നിനക്കുണ്ടോ? ആ ചേട്ടാ, ഞാൻ കുറച്ച് പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ട്. ചേട്ടൻ ഇതൊന്നും തലേ കിട്ടോ? ഞങ്ങള് കേട്ടെ ഞങ്ങളുടെ ഹെയർ സ്റ്റൈൽ അല്ല, ഇതെങ്ങനെ കെട്ടുന്ന എനിക്ക് കാണണ്ടേ. എന്നിട്ട് ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. സ്വന്തമായിട്ട് മുണ്ടെടുക്കാൻ തന്നെ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടോ? ഇല്ല, പണ്ട് ഉറിയടിക്കാൻ പോയിട്ടുണ്ട്. ഇത് തന്നെയല്ലേ നീ ഉദ്ദേശിച്ചേ? എന്നിട്ട് കുറച്ചും കൂടെ വലുതാക്കണം. താലി കെട്ടാൻ പഠിപ്പിക്കാൻ ഇത്രയും പാടുണ്ടായിരുന്നോ? ഞാനല്ലോ കെട്ടിയേ, ഞാൻ വച്ചു കൊടുത്തല്ലോ. അനീതിമാരല്ലേ? എന്തൊക്കെയോ നടന്നു. എന്നാലും 2 കെട്ട് നമ്മള് കെട്ടണം എന്നല്ലേ പറയാ? ഓക്കെ, അത് തന്നെ. ഓ, പറഞ്ഞപ്പോ തന്നെ ഷെയ്ഡ്സ് ഒക്കെ എടുത്തങ്ങ് വെച്ചല്ലേ. കളറായിട്ട് കയറണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. ഇല്ല, അതില്ലേ നോക്ക്, സെറ്റപ്പ് ഒക്കെ നോക്ക്. നീയും ഈ സെറ്റപ്പും പിന്നെന്താ വേണ്ടേ? വേണോ വേണോ വേണോ? എന്റെ ചേട്ടനും ചേച്ചി പറഞ്ഞാൽ ഞാൻ എന്ത് സെറ്റ് ചെയ്ത് തരും. ഇത് പിടിച്ചേ. പുലി ഒന്ന് പേടിയാവോ? ശരിക്കും പുലിനെ കൊണ്ട്. പുലിയുടെ കൂടെയല്ലേ ജീവിക്കുന്നത്? എന്നടാ അയ്യോ, പുലി പെലി ആയാലും എന്താ വേണ്ടേ? ഞാൻ ഇപ്പൊ ചോദിക്കാം, മേളം വേണോ, പുലി വേണോ, മാവേലി വേണോ? ആക്രമൊന്നും കാണിക്കല്ലേ. ഓരോന്ന് പറ. മേളം വേണോ, പുലി വേണോ, പിന്നെന്തായിരുന്നു, മാവേലി വേണോ? മേളം വേണം, പുലി വേണം. ഫസ്റ്റ് ഏതാണ്? ആദ്യം മാവേലി. മാവേലിനെ വിളിക്കട്ടെ. വിളിക്കട്ടെ. എന്റെ മറ്റേ മാജിക് ആണ്. ഞാൻ കൈ കൊട്ടി അവിടെ മാവേലി കൊട്ടട്ടെ. ഹായ് ഹായ് മാവേലി. അല്ല, ഓണത്തിന് കൈയടിച്ച മാവേലി വരാണെങ്കിൽ ക്രിസ്മസിന് കൈയടിച്ച ക്രിസ്മസ് പപ്പ വരുമോ? വിഷുവിന് പടക്കം വരും. വരുത്താ ചേച്ചി. ഞാൻ നമസ്കാരം. കല്യാണമൊക്കെ കഴിഞ്ഞു അല്ലേ? നോമെല്ലാം അറിയണ്ട്. കുറച്ച് വൈറലായിരുന്നു. നോമെല്ലാം കണ്ടു. നിങ്ങളെ അനുഗ്രഹിച്ചായിരുന്നോ? കമന്റ് ഇടാൻ മറന്നുപോയി. നന്നായി. അതിന്റെ ഇടയ്ക്ക് ബഹളമായിരുന്നു സമയം. അപ്പൊ നിങ്ങൾക്ക് എന്റെ വക ഓണാശംസകൾ. താങ്ക് യു. നിങ്ങളോട് ഓണം ആഘോഷിക്കാൻ പറ്റിയതിൽ ഞാൻ വളരെ സന്തുഷ്ടവാനാണ്. ആഘോഷിക്കാൻ പറ്റിയില്ല, ഞങ്ങളാണ് സന്തോഷം. അടുത്ത് ഇനി കൊട്ടു. ചെണ്ടയുണ്ട്, പുലിയുണ്ട്. ചെണ്ട വരട്ടെ, എന്നിട്ട് പുലി വന്നാ മതി. മതിയോ? അതെന്താ പുലി വന്നിട്ട് ചെണ്ട വന്നാ? പുലി വന്നു കഴിഞ്ഞാൽ ചെണ്ട വരാതെ പുലി പോസ്റ്റ് ആവും. പുലികളും ഇതുപോലെ ഞാൻ നിങ്ങളെ തന്നെ പ്രത്യേകം ഇറക്കിയതാ. ഇങ്ങനെ പറയരുത് കേട്ടോ. വിളിക്കട്ടെ ഞാൻ. അവനെ വിളിക്കട്ടെ. രാജ്യസഭയിലെ നർത്തകിമാർ വരട്ടെ. നിക്കുമ്പോ ചേട്ടൻ ഇനി വേറെ നർത്തകിമാര് വേണോ? എന്റെ സംഗീതത്തിന് എന്നെ 3-4 ഡാൻസേഴ്സിന് ഇറക്കി എന്റെ പ്രശ്നം ഇതുവരെ അപ്പൊ ഞങ്ങളുടെ നൃത്തമൊന്നും ഇഷ്ടായില്ല. ചേച്ചി ഓക്കെ. ഇനി പുലിനെ വിളിക്കട്ടെ. പേടിക്കരുതട്ടോ ചേച്ചി. കേട്ടോ, എന്റെ ഭർത്താവിനെ ഞങ്ങൾ പുകഴ്ത്തിക്കൊണ്ടിരിക്കും. ആണല്ലേ? കണ്ടിട്ട് അത്ര പുകഴ്ത്തൊന്നും എനിക്ക് തോന്നുന്നില്ല. പാവം ചേട്ടൻ നല്ല ക്ഷീണമുണ്ട്. ഓക്കെ, ഞാൻ പുലിനെ വിളിക്കാൻ പോണേ. ഓക്കെ, എന്നാ പിന്നെ പുലിയും കൂടെ വരട്ടെ.
കളറായില്ലേ? കളറായില്ലേ? ഇനി എന്താ വേണ്ട ചേട്ടന്? നർത്തകിമാരും കൂടെ അത് വേണ്ട അത് വേണ്ട അത് വേണ്ട അത് വേണ്ട. ചേച്ചി കാറ് നീ ഒന്ന് കൊട്ടി നോക്കിയേ, ചിലപ്പോ അങ്ങനെ ഇല്ല ഞാൻ കുട്ടി നർത്തകിമാര് വരില്ല. ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ ഞങ്ങളത് സമ്മതിക്കില്ല. ശരി അങ്ങനെ എന്റെ നൃത്തം വെറുതെ എനിക്കും കൂടെ അടി വാങ്ങി തരല്ല. കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ, അടങ്ങിയിരുന്നോളൂ. 3 ദിവസം അങ്ങെങ്കിലും ഒന്ന് സബലമാക്കി തന്നിരുന്നെങ്കിൽ. നർത്തകിമാരെന്ന് നർത്തകിമാരുടെ ആവശ്യമുണ്ടോ ഇനിയും? ഇതൊക്കെ പോരെ, നമ്മള് കളറായില്ലേ? കളറായി. എന്നാ പിന്നെ ഒരു ആർപ്പ് വിളിച്ച് നമുക്ക് കേറാം. ഓക്കെ, രാവിലെ വിളിച്ചോ. അങ്ങനെ വിളിക്കാറുണ്ട് പാർപ്പോയ്! ഹീറോ 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 ആർപ്പോ ഹീറോ 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 ആർപ്പോ ഹീറോ 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 ആർപ്പോയ്! ഹീറോ ഹീറോ ഹീറോ. യെസ്. അപ്പൊ പിന്നെ എന്നാ നിങ്ങളുടെ ഇന്റർവ്യൂ നടക്കട്ടെ. ഓക്കെ, എന്നാ പിന്നെ നമുക്ക് അങ്ങടെ അകത്തേക്ക് കണ്ടതിൽ ഒരുപാട് സന്തോഷം. നോമിനും നല്ല സന്തോഷായി. നല്ല പേരുണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ചോറുണ്ണാൻ വരൂലേ? എനിക്ക് ഭയങ്കര സന്തോഷമായി. ചോറുണ്ടാ ഞാൻ എന്തായാലും വരും. അതെനിക്കറിയാം. അതെ, ചെണ്ടായ അടിപൊളിയായിരുന്നു. ഓക്കെ, താങ്ക് യു. എന്നാ വരൂ രണ്ടുപേരും. നീ കെട്ടൊക്കെ അയച്ചാലോ? ആ അങ്ങനെ കെട്ടയച്ചോളാ. അങ്ങോട്ട് ഈ കേട്ടല്ല അല്ലല്ല ഇത് ആ കെട്ട് ഞാൻ ചത്താലും അയച്ചില്ല അല്ലേ? കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല അറിയുമ്പോ. ആ ഓക്കെ, കേറിക്കോ. ബൈ ഗൈസ്. അതിലെ ശരി കേട്ടോ. എങ്ങനെയുണ്ടായി ചേട്ടാ ഓണം തുടക്കം? എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു മറ്റേ നമ്മുടെ അംബാസഡർ കാറില് പണ്ടൊക്കെ അച്ഛന്റെ ഒക്കെ കാലഘട്ടത്താണെന്ന് തോന്നുന്നു ഇതേപോലെ അല്ലേ, ബാക്കിൽ മറ്റേ ഇതൊക്കെ എഴുതിയിട്ട് പിന്നെ പുലി വന്നു, മാവേലി വന്നു. വാടകയ്ക്കെടുത്ത മാവേലി അടിപൊളിയായിരുന്നു. പാടിയെടുത്താണെന്നേ പറയില്ല, അത്രയ്ക്ക് അൺനാച്ചുറൽ ആയിട്ടുണ്ട്. എല്ലാം വാടകയ്ക്കാ. പക്ഷെ കാറിൽ ഞങ്ങൾക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു ശ്രീവിദ്യ വെച്ച് രാഹുൽ നാട്ടുപുറത്തേക്ക് കല്യാണത്തില് പണ്ടത്തെ ഇതില് വരണ പോലെ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇത്തവണത്തെ ഓണം? എന്താണ് പ്ലാൻ? കല്യാണം ആദ്യത്തെ കല്യാണം കഴിഞ്ഞോളാണോ അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഓണം ഇതുവരെ ഹാപ്പി ഫ്രണ്ട്സിന്റെ കൂടെ അത് കഴിഞ്ഞു. ഇനി എന്താണ്? ഞങ്ങൾ ഇതുവരെ ഓണം ഒരുമിച്ച് ആഘോഷിച്ചിട്ടില്ല. ഇല്ല. ഇവിടെ കാസർഗോഡും ഞാൻ നാട്ടിൽ നിന്ന് മറ്റേ ചിക്കൻ ഫ്രൈ ഉള്ള സദ്യയുടെ ഫോട്ടോയ്ക്കും ഇവൻ മറ്റേ പരിപ്പ് കൂട്ടിട്ടുണ്ട്. ഇവിടെ നാട്ടിൽ അങ്ങനെയാണല്ലോ, ചിക്കൻ ഫ്രൈ അങ്ങനെയാണ്. ഇല്ലാത്ത അതെ അതെ സദ്യ അതെ അതെ. അപ്പൊ അതുകൊണ്ട് ഇത്തവണ എന്റെ വീട്ടിൽ, എന്റെ നാട്ടിൽ, എന്റെ കുടുംബ വീട്ടിൽ ആഘോഷിക്കാനാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഞാൻ കുഞ്ഞിലോട്ടെ ഓടി നടന്നത് അല്ലേ. ആദ്യമായിട്ടാണ് ഓണം ആഘോഷം. ഇത്ര നാളെ ഹാപ്പി ഓണം മാത്രമേ പറയാറുള്ളൂ. അങ്ങനെ ഓക്കെ. ഇത്തവണ അങ്ങനെയാണ്. ഇവിടെ കുറച്ച് വെയിലുള്ളത് കൊണ്ട് നമുക്ക് അങ്ങോട്ട് ഇരുന്നാലോ? അതാണ് നല്ല. ഭയങ്കര രസമാട്ടോ ഇവിടെ. താങ്ക് യു ചേട്ടാ. മഴയും കൂടെ പെയ്യണമായിരുന്നു. പിന്നെ അവളുടെ ഷൂട്ട് വെഡിങ്ങിലെ പോലെ മഴയും കൂടെ ക്ഷീണം ഞങ്ങൾക്ക് മാറിയിട്ടില്ല. ഇതുവരെ തോർത്തി കയറിയിട്ടില്ല. ആ മഴയത്ത് ഇരിക്കും എപ്പോഴും. കേറിക്കോ. ഇനി കല്യാണത്തിലേക്ക് വരാം. അപ്പൊ ഞാൻ ചിലപ്പോ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ഞാൻ നന്ദി ചേട്ടാ. നാളെ ചേച്ചി ഇറങ്ങുമ്പോ നിങ്ങൾ എന്ത് പറയണം? അയ്യോ ചേച്ചി പോകല്ലേ, അയ്യോ ചേച്ചി പോകല്ലേ. അതും കരഞ്ഞ് ഞാൻ മെഴുകിയിരിക്കണ സമയത്ത് ഒരു ടൈമിംഗും ഇല്ലാതെ തെറ്റാണ്. നുള്ളി നോക്കാൻ പറ്റാത്തതാണ് ഞാൻ നേരെ ഉമ്മോടും ഉമ്മോട് ചുണ്ടിൽ എന്തോ തട്ടുന്നുണ്ടാ. വീഡിയോ ഇട്ടൊരു 2-3 മണിക്കൂർ അല്ലേ? 3 മണിക്കൂറില് അതും വളരെ മോശമായ തലക്കെട്ടോട് കൂടി. അത് അതിനേക്കാളും വിഷമാണ്. കാരണം ബേസിക്കലി ഇവരൊക്കെ മനുഷ്യരാണ്, നമ്മൾ എന്നും കാണുന്ന മനുഷ്യരാണ്. റിസപ്ഷൻ്റെ അന്നാണ് ഇത് സ്പെസിഫിക് യൂട്യൂബറിന്റെ വീഡിയോ ഇറങ്ങുന്നത്. ഇന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾക്ക് എന്നെ കുറിച്ച് വീഡിയോ ചെയ്യാം, ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാം. മിനിമം നിങ്ങൾ ചെയ്യണമെങ്കിൽ എനിക്കൊരു കോള് തരാം. അതൊരു ഇനി ജീവിതത്തിൽ ഒരിക്കലും കിട്ടാത്ത നല്ല ദിവസങ്ങൾ കുറെ പേര് ചേർന്നിട്ട് നശിപ്പിച്ചു. അപ്പൊ ദാ നമ്മള് കൊറേ നല്ല മേളവും ഇതൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് ഞങ്ങൾ ഒരു എൻട്രി ഒക്കെ കഴിഞ്ഞ് ഞാൻ രണ്ടുപേരും ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. അപ്പൊ സെറ്റായില്ലേ? തെറ്റായി. അപ്പൊ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എങ്ങനെയുണ്ടായിരുന്നു തുടക്കമൊക്കെ? ഞാൻ ചെയ്തതൊക്കെ അല്ലല്ലോ പുലിയല്ലേ ചാടിയത്, അതൊക്കെ അടിപൊളിയായിരുന്നു. ചേച്ചി എന്തെങ്കിലും പറ. കുറച്ച് എഫേർട്ടൊക്കെ ഉണ്ട്. നല്ല രസമായിരുന്നു അല്ലടാ. നല്ല വണ്ടി ഇല്ല, മറ്റേ ഞാൻ പറഞ്ഞല്ലേ അംബാസഡർ കാറ് തുടക്കം തന്നെ അടിപൊളിയായിരുന്നു അല്ലേ? ശ്രീവിദ്യ വേർഡ്സ് രാഹുൽ, അതൊക്കെ പഴയ കല്യാണമല്ലേ നാട്ടിൻ പുറത്തേക്ക്. അപ്പൊ എന്റെ ഹാപ്പി ഫ്രെയിംസിന്റെ ആദ്യത്തെ ഓണാണ്, അതുപോലെ നന്ദിച്ചേട്ടന്റെയും ശ്രീവിദ്യ ചേച്ചിയുടെ ആദ്യത്തെ ഓണാണ്. അപ്പൊ ഒരുമിച്ച് ചെയ്യാൻ പറ്റിയത് എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ അതിന് തന്നെ നമുക്ക് നമ്മുടെ ഓഡിയൻസിന് ഹാപ്പി ഓണം പറയാം. അപ്പൊ നമ്മുടെ ഇന്റർവ്യൂ ഇന്ന് കാണുന്ന എല്ലാവർക്കും നമ്മളുടെ 3 പേരുടെയും ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം.
ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ചേച്ചി എപ്പോഴും ഇങ്ങനെയുള്ള ചേട്ടാ. ഫസ്റ്റേക്കിലെ നോട്ടെ പോ ശരിയായിക്കോളും. അപ്പൊ എന്തായാലും കല്യാണത്തിന് ഞാൻ വന്നിരുന്നു. നമ്മള് ഗംഭീര കല്യാണമായിരുന്നു. അപ്പൊ നമുക്ക് അതിൽ തന്നെ ഇങ്ങോട്ട് തുടങ്ങാം. എങ്ങനെയുണ്ട് കല്യാണം കഴിഞ്ഞിട്ട്? എനിക്ക് മറ്റേ ഡയലോഗ് ഓർമ്മ വന്നു, പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഇതൊരു ഈസി ജോബ്, പക്ഷെ അകത്തുനിന്ന് നിൽക്കുന്ന ഞങ്ങളുടെ അവസ്ഥയുണ്ടല്ലോ. എന്തായിരുന്നു അതിന്റെ ബാക്കി? അകത്ത് നിൽക്കുന്നവർക്ക് മറന്നുപോയി. അത് നിങ്ങൾക്ക് സിനിമാക്കാർക്കൊക്കെ കറക്റ്റായിട്ട് അറിയുള്ളൂ. ഞാൻ സിനിമാക്കാരിയാണ്. എന്നാലും കൂടുതൽ നമ്മളെക്കാൾ അതന്നെ, പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭയങ്കര രസമാണ്, ഭയങ്കര കളർഫുൾ ആണ്, ഭയങ്കര ആഘോഷം, ലൈക്ക് എന്താ പറയാ സെലിബ്രേഷൻ. അകത്ത് നടക്കുന്ന നമുക്കല്ലേ അറിയുള്ളൂ. രസമായിരുന്നു മൊത്തത്തില്. രസമായിരുന്നു ഉത്സവം 4 ദിവസത്തെ, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. ഉത്സവം. പക്ഷെ ഉത്സവത്തിന്റെ ഇടയ്ക്ക് നമ്മള് കൊറേ പ്രശ്നങ്ങൾ തരണം ചെയ്തു. അതിലോട്ടൊക്കെ നമുക്ക് വരാം. തുടങ്ങണ്ട. അതെ, പ്രശ്നത്തിൽ നിന്ന് തുടങ്ങണ്ട, അത് ശരിയാവില്ല. ഹാപ്പി ഓണെന്നൊക്കെ പറഞ്ഞിട്ടേ പറഞ്ഞു വരുമ്പോ അറിയേണ്ടത് അങ്ങനെ തന്നെയാണ്. ഓക്കെ, എന്തായാലും ഇപ്പൊ ഇത്രയും നാളും 7 വർഷത്തെ റിലേഷൻഷിപ്പ്, ഏഴാമത്തെ റണ്ണിങ്. ഓക്കെ, കല്യാണത്തിലെത്തി. ഇത്രയും നാളും ബാച്ചിലർ ഇങ്ങനെ കപ്പിൾസ് ആയിട്ട് ഇങ്ങനെ നിന്ന്, ബട്ട് സ്റ്റിൽ ഇപ്പൊ എന്തായാലും ഒന്നിച്ച് കല്യാണം കഴിഞ്ഞൊരു ഭാര്യ ഭർത്താവ്. അയ്യേ, നമ്മുടെ ആൾക്കാരൊക്കെ പറയും, ചിലര് പറയും പിന്നെ അങ്ങനെ എടാ പോടാന്ന് വിളിക്കുന്നു. പക്ഷെ നമ്മൾ ഇത്രയും വർഷം അങ്ങനെയാ വിളിച്ചത്. അപ്പൊ ഞാൻ ചിലപ്പോ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില കാര്യങ്ങൾ സാധിക്കാനായിട്ട് ഞാൻ നന്ദു ചേട്ടാ നന്ദു ചേട്ടാ നാണമൊക്കെ വരുന്നു, ഒരു വല്ലാത്തൊരു. എങ്ങനെയുണ്ട് ഹസ്ബൻഡ് വൈഫ് ലൈഫിലേക്ക് കയറിയിട്ട്? എങ്ങനെയുണ്ട്? ഇല്ല, ഒരു 3 days ആയിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ഫീൽ വന്നിട്ടില്ല. നന്ദുവിന് പിന്നെ ഇപ്പൊ പോകുന്നിടത്തൊക്കെ എന്നെ കൊണ്ടുപോകണം. ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്ന് പറയുമ്പോൾ ഇതിനെ ഇങ്ങനെ കൊണ്ടുപോകണം. കല്യാണം കഴിച്ച പിന്നെ ഇത് ഇങ്ങനെ, അത് മുമ്പ് ഇങ്ങനെ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇറങ്ങി പോയാൽ പോലെ. ഇപ്പൊ ചിന്നു വാ എന്ന് പറഞ്ഞ ഒരു കൈ ഇങ്ങനെ എപ്പോഴും തരണ്ടിരുന്നു. തിരുവനന്തപുരത്താണല്ലോ സ്ഥലം ഒന്നും അറിയത്തില്ലോ. കൊച്ചിയിലൊക്കെ ആണെങ്കിൽ എനിക്ക് അറിയാം ഇവിടെ എങ്ങനെയെങ്കിലും തിരിച്ചു. ഞാൻ എവിടെയെങ്കിലും കൊണ്ട് വച്ചിട്ടങ്ങ് മറന്നു. സലൂണിലൊക്കെ ഹെയർ വാഷ് ചെയ്യാനൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ വിട്ടിട്ട് നന്ദു നിൽക്കണം. കുറച്ച് അയ്യോ ഒരു സാധനം ശീലം, അതിന് ശീലമാക്കണമെന്ന്. ഓക്കെ ചേച്ചി, എന്നാലും താലിമാലയൊക്കെ ഇട്ട് സിന്ദൂരമൊക്കെ ഇടുമ്പോ എന്ന് തോന്നുന്നു? എനിക്കൊരു നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അല്ലാണ്ട് ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ ഇതേപോലെ നമ്മള് എന്തോ അച്ചീവ് ചെയ്ത ഒരു മെഡലൊക്കെ കയ്യിൽ കിടക്കണ ഒരു സന്തോഷമുണ്ട്. അതായത് നമ്മൾ എന്തോ അച്ചീവ് ചെയ്തു, ഇത്രയും നാളത്തെ അതിന്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ മറ്റേ ഇത്തിരി വേറൊക്കെ ഇട്ടിട്ട് സിന്ദൂരം ഇടുമ്പോ ഒരു ഫീൽ ഉണ്ട്. ഇത് ചേട്ടൻ ഇട്ട് തന്നതാണ്? അല്ല, ഇത് ഞാൻ തന്നെ. ഇവൻ എണീറ്റില്ല. അല്ല, ഞാൻ ഇവര് കല്യാണം നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു 2 ദിവസം മുന്നേ. അതെ, എനിക്ക് തോന്നുന്നു ഫസ്റ്റ് നൈറ്റിന് കയറണ ആ ഒരു കഴിഞ്ഞ പിറ്റേ ദിവസം ട്രിവാൻഡ്രത്തേക്ക് പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് നൈറ്റ് ഒക്കെ? അവർ എടി ഒന്നും ഉണ്ടായില്ല, 3 മണി വരെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കൂടെ. ചേട്ടനോടും ചേച്ചിയോടും ചോദിക്കേണ്ട കാര്യങ്ങളാണോ അതൊക്കെ? അതാ ചേട്ടൻ എടി ഇങ്ങനെയൊക്കെ ചോദിക്കാമോ? അപ്പൊ ഇനി ട്രിവാൻഡ്രത്തേക്ക് പൊളിക്കാനുള്ള പ്ലാൻ ആയിരിക്കും. ഞാൻ ഫുള്ളിരുന്ന് പറഞ്ഞോണ്ടിരിക്കുക. പക്ഷെ 3 മണി വരെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നല്ലേ ദിവസം. ഞങ്ങൾ എന്നെ പിടിച്ചിരുത്തിരുന്ന എന്ത് പുള്ളിക്കാരി പോയെന്ന് തുടങ്ങി, ഞാനും പോയെന്ന് തുടങ്ങി. ഇത്രയും ദിവസം ഫംഗ്ഷൻ എല്ലാരും ഒന്നിച്ചല്ലേ. ഞാൻ വീട്ടിൽ നിന്ന് മാറുമ്പോ എനിക്ക് ഭയങ്കര, ഞാൻ വിചാരിച്ചു ഞാൻ ഇമോഷണലി അങ്ങനെ കരയൊന്നുമില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഞാൻ എപ്പോഴും വർക്ക് റിലേറ്റഡ് പുറത്തായിരിക്കും. പക്ഷെ വീട്ടുകാരായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റാ. ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. നന്ദു ഇങ്ങനെ നോക്കുക, എൻ്റെ അച്ഛൻ ഭയങ്കരത്തിൽ കരഞ്ഞു. എനിക്ക് അമ്മ കരഞ്ഞ അച്ഛൻ ഓക്കെ വിഷമാവും നമുക്ക്, പക്ഷെ അച്ഛൻ കരയുന്ന വേറൊരു ഫീൽ അല്ലേ. അങ്ങനെ ഞാൻ ഭയങ്കര ഡെസ്പായിരുന്നു. അതുകൊണ്ട് നമ്മളെല്ലാരും പിടിച്ചു നിർത്തി. പെട്ടെന്ന് അങ്ങ് ഒറ്റപ്പെട്ട് അച്ഛനെ ഞാൻ കാലിൽ തൊട്ട് തൊഴുതു. എണീക്കുമ്പോൾ അച്ഛനങ്ങ് എന്തോ അച്ഛനിങ്ങനെ ഒരു വിറയലൊക്കെ. അപ്പം ഞാൻ വെച്ച് നോക്കി ഫൈൻ, അച്ഛൻ ഇത്രത്തോളം വളർത്തി വലുതാക്കിയിട്ട് അച്ഛൻ്റെ അടുത്ത് പോവുക. നമ്മൾ ഈവൻ ഫിസിക്കലി എപ്പോഴും നമ്മൾ വീട്ടിലല്ലെങ്കിലും നമ്മൾ എപ്പോഴും വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ എൻ്റെ അച്ഛനെ ഇന്നും വിളിച്ചിട്ട് ലൈക്ക് ഇപ്പോഴും കല്യാണം കഴിയുന്നവരെ, ഇത് കല്യാണം കഴിഞ്ഞ് ഇത്ര സ്ഥലമായല്ലോ, അച്ഛൻ വിളിച്ചിട്ട് അറിയാത്തവരൊന്നും തന്ന ജ്യൂസൊന്നും കഴിക്കരുത്, പിന്നെ അവരൊന്നും തന്ന കഴിക്കരുത്, അതിൽ മയക്കുമരുന്നൊക്കെ ഉണ്ട്, ഇങ്ങനെ പറയണ അച്ഛനാ എൻ്റെ. ആ അച്ഛനിങ്ങനെ അച്ഛൻ കരഞ്ഞു. അപ്പൊ എനിക്ക് അച്ഛൻ്റെ അടുത്തേക്ക് അതിൻ്റെ പോകാൻ പറ്റില്ല കരഞ്ഞിട്ട്. പിന്നെ നന്ദുവാണ് പോയി. ഞാൻ നോക്കുമ്പോൾ നല്ല മഴയാണ്. ഞാൻ അടുത്ത് പോയി, നല്ല മഴയായിരുന്നു ഇറങ്ങുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ പുള്ളി ഇങ്ങനെ മഴയത്ത് നോക്കി അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. അപ്പോൾ എനിക്ക് ഈ ഇമോഷണൽ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഇമോഷണൽ ആവും. അങ്ങനെ ഞാൻ പോയി നിന്ന് പുള്ളിയെടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാൻ നോക്കിക്കോളാം, എല്ലാം ഓക്കെയാണ്, ഞാൻ നോക്കിക്കോളാം, തൊട്ടപ്പുറത്തല്ലേ, കാസർഗോഡല്ലേ, വേറെ വഴിയില്ലല്ലോ, അതല്ലേ പറയാൻ പറ്റും.
അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ഓക്കെ ആക്കി 6 മണിക്കൂർ ട്രാവൽ ഞാൻ അടുത്ത ആഴ്ച വേഗം വരാട്ടെ വരുന്നതിനൊക്കെ പറഞ്ഞിട്ടാ വന്നേ. ഓക്കെ. അപ്പൊ ഹാപ്പി ആയി അച്ഛൻ. ഞാൻ വിചാരിച്ചു ഞാൻ ഒരിക്കലും കരയില്ല എന്നൊക്കെ ഭയങ്കര ഇത് ചെയ്തതാണ്. അപ്പോൾ എൻ്റെ കസിൻ്റെ എനിക്ക് ഒരുപാട് അനിയന്മാരും അനിയത്തിമാരും ഉണ്ട് ഫാമിലിയാ. അപ്പൊ ഞാൻ അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞേ, നാളെ ചേച്ചി ഇറങ്ങുമ്പോ നിങ്ങൾ എന്ത് പറയണം? അയ്യോ ചേച്ചി പോകല്ലേ, അയ്യോ ചേച്ചി പോകല്ലേ. അതും കരഞ്ഞ് ഞാൻ മെഴുകിയിരിക്കണ സമയത്ത് ഒരു ടൈമിംഗും ഇല്ലാതെ എല്ലാരും കൂടെ. ഓക്കെ. അങ്ങനെ എന്തായാലും ആ ഒരു മൊമെന്റ് കഴിഞ്ഞു. അതിൽ ഭയങ്കര ഹാപ്പി. ഞാൻ കണ്ടു താലികെട്ടിന്റെ സമയത്ത് ആ ഒരു എന്താ പറയാ, കുറച്ചൊരു ഇമോഷണലി ഉണ്ട്, എന്നാലും ഭയങ്കര ഹാപ്പി മൊമെന്റ്. ചേട്ടന്റെ ആ ഒരു കിസ് അതൊക്കെ കൂടെ ഭയങ്കര നല്ലൊരു ഹാപ്പി മൊമെന്റ് ആയിരുന്നില്ലേ ചേട്ടാ? താലി കെട്ടിയ മൊമെന്റിനെ കുറിച്ച് പറയട്ടാ. എനിക്ക് എൻ്റെ ലൈഫിൽ എപ്പോഴും എങ്ങനെയാണെന്നറിയാമോ, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ആ ഒരു എനർജിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം എൻ്റെ ജീവിതത്തിൽ ഒരു 80% കാര്യങ്ങളും ദൈവം ഇങ്ങനെ അങ്ങ് അറ്റം വരെ കൊണ്ടെത്തിച്ചു തരും. അങ്ങ് അറ്റം വരെ കൊണ്ടെത്തിച്ച് തന്നിട്ട് അത് പിന്നെ നടക്കാത്ത രീതിയിലായിരിക്കും. പലപ്പോഴും കുഞ്ഞുനാൾ മുതലേ അങ്ങനെയാണ് പല കാര്യങ്ങളും അങ്ങനെ ഇപ്പം സിനിമയുടെ ആണെങ്കിൽ പോലും, സുരേഷ് സാറിൻ്റെ സിനിമയാണെങ്കിൽ പോലും ഇങ്ങനെ അറ്റത്ത് കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 6 വർഷമായിട്ട് ഇങ്ങനെ എൻഡിൽ കൊണ്ടൊരു 90% ലാസ്റ്റ് സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ ആയി. അപ്പോൾ എല്ലാ തവണയും അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇതിലെനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഈശ്വര, ഇനി ഇതിലും ഞാൻ ഈ വിശ്വസിക്കുന്ന ദൈവം അല്ലെങ്കിൽ ആ എനർജി എന്നെ അങ്ങ് അറ്റം വരെ കൊണ്ടുപോയിട്ട്, അപ്പോൾ എനിക്ക് സ്റ്റേജിൽ മണ്ഡപത്തിൽ ഇങ്ങനെ ഇവളെ കാത്ത് നിൽക്കുന്നത് വരെ എനിക്ക് ആ ടെൻഷനുണ്ട്. ഇവള് വരണം, അവിടെ നിന്ന് നടന്ന് ഇവിടം വരെ എത്തണം, ഇവള് ഇവിടെ വന്ന് ഇരിക്കണം, താലി എടുത്ത് തരണം. ഞാൻ എങ്ങനെ നിൽക്കാലോ, എനിക്കൊന്ന് അതിൻ്റെ കല്യാണ വീഡിയോ ഒക്കെ വരുമ്പോൾ മനസ്സിലാവുമായിരിക്കും. ഞാൻ ഇങ്ങനെ നിൽക്കണം, അവൻ ഇങ്ങനെ എത്തിക്കണേ, കാരണം അത്രയ്ക്ക് എനിക്കൊരു പേടിയുണ്ട്. അങ്ങനെ ഇവള് വരുന്നു, അവിടെ വന്നിരിക്കുന്നു. കെട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ തിരിച്ച് ഹാർട്ട് ബീറ്റൊക്കെ നോർമലായിട്ട് തിരിച്ചു വരുന്നത്. അതിൽ എനിക്കൊന്ന് കാണാൻ പറ്റും. കെട്ടിക്കഴിയുമ്പോൾ തന്നെ അതാ ഞാൻ അപ്പം തന്നെ റൂം കൊടുത്തത്. മനസ്സിലായി? ഓക്കെ, സെറ്റാണ്. എടാ നുള്ളി നോക്കാൻ പറ്റത്തില്ലല്ലോ, നുള്ളി നോക്കാൻ പറ്റാത്തതാണ് ഞാൻ നേരെ ഉമ്മ കൊടുത്തത്. ആ ഉമ്മ കൊടുക്കുമ്പോൾ ചുണ്ടിൽ എന്തോ തട്ടുന്നുണ്ട്, ആളെത്തി. സോ അങ്ങനെയായിരുന്നു എൻ്റെ ആ ഒരു ഇത്രയും വർഷം നമ്മൾ കാത്തിരുന്നൊരു, പറയുമ്പോൾ രസമാണ് കല്യാണം. അപ്പോൾ ആദ്യമൊന്നും എനിക്ക് എക്സൈറ്റ്മെന്റ് ഇല്ലായിരുന്നു. ചിന്നുവിനാണ് ഭയങ്കര എക്സൈറ്റ്മെന്റ്. എനിക്ക് എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല. ഞാനിങ്ങനെ ഓക്കെ കല്യാണം കഴിക്കുന്നു. പക്ഷെ അന്നത്തെ ആ ഒരു അരമണിക്കൂറുണ്ടല്ലോ, ഞാൻ ഇന്നലെയും ഞാൻ എൻ്റെ ഒരു ചേച്ചിയുടെ അടുത്തും ചേട്ടൻ്റെ അടുത്തും പറയുന്നുണ്ടായിരുന്നു, ഈ മൊമെന്റിലോട്ട് നമുക്കിനി തിരിച്ചു പോകാൻ പറ്റത്തില്ലല്ലേ, ഇതൊരൊറ്റ ലൈഫ് ടൈമിൽ ഒറ്റ മൊമെന്റ് ആണല്ലോ, എനിക്ക് തിരിച്ചു പോകണമെന്ന് ഇന്നും ഇപ്പോഴും എനിക്ക് ആഗ്രഹമുണ്ട്. തിരിച്ച് ആ ഒരു 10 മിനിറ്റ് ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് പോയി ഒന്ന് ആ മൊമെന്റ്. അതെ പ്രേമിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു കാര്യത്തെ കുറിച്ചൊക്കെ പറയണ്ടാവില്ലേ, കല്യാണം എന്നൊക്കെ ഉള്ള സാധനം? നമ്മൾ പക്ഷെ ഒരിക്കലും കല്യാണം കഴിഞ്ഞ ഇങ്ങനെ അല്ലാണ്ട് ഒരു മൊമെന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം പ്രതീക്ഷകളില്ല മൊമെന്റിനെ കുറിച്ച്. അതുകൊണ്ടായിരിക്കും നമുക്ക് ഭയങ്കരത്തില് രസമായിട്ട് തോന്നിയത്. ഇല്ല, ഇപ്പൊ ഞാനിപ്പോ മഴവില്ല് ചെയ്ത സമയമായിരുന്നു ചേച്ചിനെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് സേവ് ദ ഡേറ്റ് പിന്നെ പടപടയുന്ന കാര്യങ്ങളാ. പക്ഷെ ശ്രീദേച്ചിനെ അറിയുന്നുണ്ടെങ്കിലും നമ്മൾ അത്രയും കണക്റ്റഡ് ആയത് ആ ഒരു 4 ദിവസം കൊണ്ട് നമ്മൾ ഇത്രയും കൂട്ടായത്. അപ്പൊ ചേച്ചിയുടെ ഒരു നേച്ചറൊക്കെ ഇപ്പൊ നമ്മള് ഫ്രെയിമിൽ കാണുമ്പോൾ നമ്മൾ പറയല്ലോ, ആ ചേച്ചി ശരിക്കും ഇങ്ങനെയൊക്കെ തന്നെയാണെന്നുള്ളൊരു സാധനം. പക്ഷെ നന്ദുചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചേച്ചിയോട് ഇങ്ങനെ ചേട്ടനെ പറ്റി ചോദിക്കാണ്, ചേച്ചി എങ്ങനെയാ ചേട്ടൻ എങ്ങനെയാ? എനിക്കിപ്പോ ജീവിതത്തിൽ നല്ല സമാധാനം ഉണ്ടടി. എന്നുവെച്ചാൽ ഒരു കാര്യങ്ങളും നമ്മൾ അറിയണ്ട, എല്ലാം പേടിക്കണ്ട. അല്ല, ഭയങ്കര സമാധാനം ഉണ്ട് ലൈഫിൽ. ഞാൻ ഇപ്പോഴാണ് ശരിക്കും സമാധാനം എന്താന്ന് അറിഞ്ഞത്. നമ്മൾ എവിടെയെങ്കിലും പോയാൽ തന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ചറിഞ്ഞപ്പോ, വർക്കില്ലല്ലേ, അവിടെ വർക്ക് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും നിനക്ക് പ്രശ്നമുണ്ടെങ്കിൽ മാത്രം നീ എന്നെ വിളിക്കുന്നു പറഞ്ഞപ്പോഴേക്കും ഞാനിങ്ങനെ ഇതുപോലെ തുടക്കത്തിലൊന്നും അങ്ങനെ അല്ലായിരുന്നു. ടു ബി ഓണസ്റ്റ്, ഞാനൊരു 2-2.5 വർഷം ഭയങ്കര മോശമായിരുന്നു. ഞാൻ വളരെ വൃത്തിയായിട്ടൊരു, ഇപ്പൊ എന്നെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര മോശം തോന്നാറുണ്ട്. അത് ഭയങ്കര മറ്റേ ആൾക്കാരൊക്കെ പറയാം ടോക്സിക്, ആ ഒരു ഭയങ്കര മോശമായിരുന്നു. അത് പക്ഷെ ദേഷ്യമാണ് പോയി ടോക്സിസിറ്റിയിലോട്ട് പോകുന്ന ദേഷ്യമാണല്ലോ. എവിടെയാണ്, എന്താണ്, ആരോടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഭയങ്കര മോശമായിരുന്നു. പിന്നെ ഇതിനൊരു സമയം എടുക്കുമല്ലോ, ലൈക്ക് നമ്മൾ റിയലൈസ് ചെയ്ത്, അല്ലെങ്കിൽ ആ മെച്യൂരിറ്റിയുടെ ആയിരിക്കാം, പയ്യെ റിയലൈസ് ചെയ്ത് വന്നപ്പോഴാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, എന്തായാലും ചേച്ചി ലൈഫില്. അതെ തീർച്ചയായിട്ടും അങ്ങനെ അല്ലേ? അതെ ചേച്ചി വന്നതിന് ശേഷമാണ്, ശ്രീവിധി ചേച്ചി വന്നതിന് ശേഷമാണ് എല്ലാം. ചേച്ചി എങ്ങനെയാ ടോക്സിറ്റി ഹാൻഡിൽ? അല്ല, നന്ദുചേട്ടൻ അത് മാറണം എന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ 100% ആ കാര്യങ്ങൾ അതിൽ പോയിട്ടുണ്ടാവാം.
അപ്പൊ ആ ടോക്സിറ്റിയുടെ സമയത്ത് എങ്ങനെ ഹാൻഡിൽ ചെയ്തു? അയ്യോ നന്ദു ഭയങ്കര ദേഷ്യമായിരുന്നു. എനിക്ക് ദേഷ്യമൊക്കെ പേടിയുള്ള ആളാണ്. അപ്പം ദേവദ്രോഹമൊന്നുമില്ല ഞാൻ അവിടെ ഈ ബഹളം മാത്രമേ ഉള്ളൂ, ഈ ബഹളം ഭയങ്കര ബഹളം. അപ്പം അങ്ങനെയാണ് ഫസ്റ്റ് പടത്തിന്റെ സെറ്റിൽ അത്യാവശ്യം നന്ദു ബഹളമായിരുന്നു. അപ്പൊ പ്രണയകഥ ഞങ്ങൾ അധികം പറയുന്നില്ല, പറഞ്ഞു അവരും കേട്ട് നമ്മളും മടുത്തിരിക്കുകയാണ്. അപ്പം ഇതേപോലെ അപ്പൊ ഞാൻ ഭയങ്കര ഡീപ്പായിട്ടൊരു റിലേഷൻഷിപ്പിൽ ഞാൻ ഭയങ്കര ഡീപ്പായിരിക്കും. പിന്നെ ഞാനും കുറവല്ല കേട്ടോ, എനിക്ക് നല്ല വാശിയുള്ള ആളാണ്. അത് ഇപ്പോഴും ഉണ്ട്. അതൊക്കെ നന്ദു അങ്ങ് താളം പിടിച്ച് കൊണ്ടുപോകുന്നതാണ്. അപ്പം എന്ത് ചെയ്യും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ പറയും എടി വേണ്ടിട്ടു ഇത് ഭയങ്കര ദേഷ്യമാണ് അങ്ങനെ ഇങ്ങനെ. അവര് തന്നെ ഇപ്പോഴും പറയും സത്യം എങ്ങനെ ഇവൻ മാറിയുന്നു, ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു മാറ്റമാണ്. അപ്പൊ പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു അവന് മനസ്സിലായി ലൈക്ക് എനിക്ക് അവനാണ് സപ്പോർട്ട്, അല്ലെങ്കിൽ അവൻ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞാനും ഡൗൺ ആയി പോവും. ബേസിക്കലി സ്നേഹമാണല്ലോ. അങ്ങനെ ഒരു പോയിന്റിൽ നന്ദു അങ്ങനെ മാറിയതാണ്. അത് കാരണം ഈ ടോക്സിറ്റി ഉള്ളപ്പോ ഒരു പോയിന്റ് എത്തുമ്പോ ആ സാധനം പൊട്ടി പോകേണ്ടതാണ്. അതൊരു പോയിന്റ് കഴിഞ്ഞപ്പോ നന്ദു തന്നെ അങ്ങ് മാറ്റി. ഞാൻ തന്നെ അതൊരു വെറുതെ ഞാൻ അങ്ങ് ചൊറിഞ്ഞു കൊടുക്കും. അപ്പോഴും ഒരു ദേഷ്യമില്ല. ഈശ്വരൻ ഇനി എന്തെങ്കിലും ഡിപ്രഷൻ ആയോ, പിന്നെ ഞാൻ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും അത് സ്മൂത്ത് ആയിട്ട്. അതിനുശേഷം ഞങ്ങൾ വഴക്കുകൾ പോലും ഉണ്ടാവാറില്ല. ഞാൻ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന വഴക്കുകൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ പറയും പ്ലീസ് വഴക്കുണ്ടാക്കാം പ്ലീസ്, അങ്ങനെയല്ലാതെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ഓക്കെ. ഇപ്പൊ ഈ പ്രണയം വീട്ടിലറിയിച്ച് ഇത് കല്യാണത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വമാണ്. അതെങ്ങനെയായിരുന്നു ആ ഒരു ജീവനായിരുന്നു. ഒന്നാമത് നന്ദുവിന്റെ അമ്മനെയും പപ്പാമ്മ എന്ന് വിളിക്കാം. പപ്പ നല്ലോണം സംസാരിക്കും, ഞാനൊട്ട് മോശം. അങ്ങനെ വിളിക്കണേ? അത് ഇവന്റെ കസിൻസ് പപ്പാമ്മ എന്ന് വിളിക്കാം. അപ്പൊ ഞാനത് പപ്പാമ്മ. ഇപ്പൊ നമ്മുടെ ഫ്രണ്ട് സർക്കിളും എല്ലാവരും പപ്പാമ്മ. ഞാനൊഴികെ ബാക്കിയല്ല, ഞാൻ അമ്മ എന്നാ വിളിക്കുന്നത്, ബാക്കി എല്ലാരും പപ്പാമ്മ. അമ്മ എന്റെ അമ്മ ഇപ്പൊ പപ്പാമ്മ. എനിക്കിപ്പോ ഓർമ്മ ചേട്ടൻ കൊരവീട് അമ്മ കൊരവീട്ടോ വീട്ടിൽ കയറുന്ന സമയം ചേച്ചി ഞെട്ടുകയും ചെയ്തല്ലേ കൊരവ. ഞാൻ നട്ടപ്പാതിര ഞങ്ങള് കയറുന്ന 11:15 നാട്ടുകാരടിക്കൂലി പട്ടിയൊക്കെ ഒരേ കൊര രാത്രി പട്ടി വരെ കൊരവിട്ട്. എന്റെ വീട്ടില് എന്റെ ആഗ്രഹപ്രകാരം എന്റെ വീട്ടില് ഞാൻ പ്രണയം പറയുന്ന സമയത്ത് ഇവര് എന്നെ വഴക്ക് പറയണം, എന്നെ റൂമിലിട്ട് പൂട്ടണം, എന്റെ ഫോൺ പിടിച്ചു വെക്കണം. സിനിമയിലൊക്കെ നമ്മൾ ഇങ്ങനെയാണ് എന്റെ മനസ്സിൽ ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞപ്പോ ഇവരെ ഒരു കാര്യം ചെയ്യും, അവരോട് വരാൻ പറയാൻ നോക്കാന്ന്. ഇതല്ല എനിക്ക് വേണ്ടത്, ഇതല്ല ഒന്ന് തല്ലോ എന്റെ ഫോൺ ഇതാ പിടിച്ചു വയ്ക്കൂ. ഒന്നുമില്ലായിരുന്നു. പിന്നെ ഇവര് വന്നു സംസാരിച്ചു, എല്ലാം ഓക്കെ ആയി സെറ്റിലായി. അളിയനടുത്ത് പറഞ്ഞായിരുന്നു രാവിലെ അളിയനെ അളിയൻ ശ്രീകാന്തേട്ടൻ പറഞ്ഞായിരുന്നു അളിയ രാവിലെ എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ കേട്ടോ എന്ന് പറഞ്ഞിരുന്നു. അതെന്താണ് ആ ടോണെന്ന് എനിക്ക് ഇപ്പോഴാണ് പറഞ്ഞത്. എല്ലാം നിന്റെ ഇഷ്ടം പോലെ. ഇപ്പോൾ ഞാൻ പറയും അന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞല്ലേ എല്ലാം നിന്റെ ഇഷ്ടം പോലെ. പിന്നെ ഒന്ന് ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നൂടെ അടുത്ത്, എടാ സ്നേഹം കൊണ്ട് പറയാ നീ ഒന്നുകൂടെ അലക്കാവസ്ഥ ഞാൻ ചതിച്ചു എന്ന് നീ പറയരുത്. ഇപ്പൊ നന്ദു ചേക്ക് വേണ്ട പറയാം, നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ ഇനി ഇങ്ങോട്ട് തിരിച്ചെടുക്കൂല. എങ്ങനെയാ ചേട്ടാ ശ്രീവിധി? ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ശ്രീവിധി ചേച്ചി ഉണ്ടാവും, പക്ഷെ അതല്ലാതെ ഒരു ശ്രീവിധി ചേച്ചി ഉണ്ടോ? ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ള നമ്മൾ എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോൾ തൊട്ട് എല്ലാവരും ചോദിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് ശ്രീവിധി, ഇതിനെ കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ കാണുന്നില്ല ഈ പൊട്ടത്തരം പറച്ചിലും പരിപാടിയൊക്കെ, എന്തെങ്കിലുമൊക്കെ സീരിയസ് കാര്യം പറയുമ്പോഴായിരിക്കും ഈ പൊട്ടത്തരം പറയുന്നത്. ഞാൻ പിന്നെ അങ്ങ് യൂസ്ഡായി. ഇപ്പം പിന്നെ ഞാനൊന്നും ചോദിക്കാറില്ല, ചിന്ന ഓക്കെ അല്ലേ ഓക്കെയാണ്, അതിൻ്റെ അപ്പുറം പിന്നെ ഒന്നും ഞാൻ പറയാൻ സംഭവിക്കാറില്ല. ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പോൾ സ്റ്റാർ മാജിക് കാണുന്നവരും അല്ലെങ്കിൽ ഇവിടെ ഇന്റർവ്യൂ കാണുന്നവരൊക്കെ പറയാറുണ്ടല്ലോ ഫേക്ക് ആയിരിക്കും, ഇത് ചുമ്മാ അഭിനയമാണ്. എന്നോട് ചോദിച്ചു 7 വർഷമായിട്ട്. അതെ 7 വർഷമായിട്ട് ഇങ്ങനെ തന്നെയാണ്. ഞാൻ കണ്ടപ്പോൾ മുതൽ ശ്രീവിധി എന്താണോ അത് അങ്ങനെ തന്നെ. ഞാൻ കണ്ടതിന് ശേഷമാണ് സ്റ്റാർ മാജിക്കിൽ വരുന്നതും ബാക്കിയുള്ളതല്ല. അപ്പൊ അന്ന് മുതൽ ഇന്ന് വരെ അയ്യോ അതൊരു ചിന്തിക്കാൻ പറ്റുന്നില്ല. മുല്ലശ്ശേരി അങ്ങനെ തന്നെയാണ്. അങ്ങനെ വീട്ടിലൊക്കെ പറഞ്ഞു, കല്യാണമൊക്കെ സെറ്റായി, ഞങ്ങളുടെ പിള്ളേരുടെ കല്യാണവും കഴിഞ്ഞു. ഇനി കല്യാണത്തിലേക്ക് വരാം. ഒബ്വിയസ്ലി ഒരു സെലിബ്രിറ്റി കല്യാണം എന്ന് പറയുമ്പോൾ എല്ലാവരും നോക്കി കാണുന്നതാണ് കോസ്റ്റ്യൂം, മേക്കപ്പ്, അതിന്റെ ഭംഗി, ഇതെല്ലാം അപ്പൊ തന്നെ കോസ്റ്റ്യൂം, മേക്കപ്പ്, ഇതെല്ലാം എനിക്കറിയില്ല. പറഞ്ഞോ, നമുക്ക് ഓരോന്നോരോന്നായിട്ട് പോവാം. ആദ്യത്തെ ഞാനങ്ങ് പറയാം. ഞാൻ എന്റെ ഐഡിയ ആയിരുന്നു, അതുകൊണ്ട് ആദ്യത്തെ ഞാനങ്ങ് പറയാം. സേവ് ദ ഡേറ്റ്, ഹൽദി, സംഗീത്,
പിന്നെ വെഡിങ്. അതായിരുന്നു നമ്മളുടെ ഇനിയുണ്ട് റിസപ്ഷൻ. റിസപ്ഷൻ. ഞാൻ ഏത് പൊസിഷനിലായിരുന്നു പറഞ്ഞത്, ഞാൻ കറക്റ്റ് അമ്മ ഷോ കഴിഞ്ഞ ഇവളുണ്ടായിരുന്നു, ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. അങ്കമാലിന്ന് രാത്രി 9:30 ഞാൻ ഇറങ്ങുന്നത്. എനിക്ക് മാത്രം നേരത്തെ അവർ തീർത്തു വിട്ടു. അതെ, പോണല്ലോ കല്യാണം. അതെ, അങ്ങനെ ഞാൻ അവിടുന്ന് ഇവര് നന്ദു അമൽ എല്ലാരും വന്നു. ഞാൻ അവരുടെ കൂടെ വണ്ടി കയറി പാലക്കാട്. ഐഡിയ ഉത്ഭവിച്ചോ പറയണ്ടേ, അതാ ഞാൻ പറഞ്ഞു കേക്കണ്ട പറ. ഡേറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നമുക്ക് ഇല്ലായിരുന്നു. കാരണം ടൈമില്ല നമുക്ക് നേരെ. ഇനി കാരണം ഹൽദി ഉണ്ട്, സംഗീതം ഉണ്ട്, കല്യാണം ഉണ്ട്. സോ സേവ് ദ ഡേറ്റിന്റെ ആവശ്യമില്ല. സോ ബേസിക്കലി ഈ സേവ് ദ ഡേറ്റ് എന്താണെന്ന് അറിയാലോ, ഒരു വർഷം മുന്നേ ചെയ്യേണ്ടതാണ്. യൂറോപ്പ് സൈഡിലോട്ടല്ല, US അവിടെയൊക്കെ ഒരു വർഷം മുന്നേ ചെയ്യുന്ന സാധനമാണ് ഈ സേവ് ദ ഡേറ്റ്. അതായത് അടുത്ത വർഷം ഇന്ന ഡേറ്റിൽ നമ്മുടെ കല്യാണമാണ്, അതുകൊണ്ട് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ, ഇതാണ് സേവ് ദ ഡേറ്റ്. ഇത് ഇവിടെ നമ്മുടെ കേരളത്തിൽ എത്തിയപ്പോഴത്തേക്കും കല്യാണത്തിന്റെ 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേ ചെയ്യുന്ന പരിപാടിയായി മാറിയതാണ്. ഏതാ നമ്മുടെ മറ്റേ പാർക്കുകളിലും മറ്റേ റോഡുകളിലും പോയി നിന്ന് എടുത്തിട്ട് ഇടുന്ന പരിപാടി. ബേസിക്കലി ഇതാണ് ഇതിന്റെ ഉത്ഭവം. ഈ ഒരു പരിപാടി ഞങ്ങൾക്കില്ലായിരുന്നു, ഇങ്ങനെ ഒരു കോൺസെപ്റ്റേ സേവ് ദ ഡേറ്റ് ഇല്ല എന്നുള്ളൊരു സെറ്റിൽ നമ്മൾ ഓക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓ മൈ വെഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു നവാസ് അല്ലേ പേര്, അവൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു പരിപാടിയായിട്ട് വരുന്നത്. നവാസ് പറയും, ചേട്ടാ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാം. പറഞ്ഞാ വേണ്ടടാ, സമയമില്ല, നമുക്ക് പരിപാടിയെ വേണ്ട, ഇനി അതിന് കോസ്റ്റ്യൂം നോക്കണം, അതിന് വേണ്ടി ഒരു ദിവസം മാറ്റി വെക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ എനിക്കൊരു ഫോട്ടോ അയച്ചെന്ന് പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്യാം. ഞാൻ നോക്കുമ്പോഴത്തേക്കും ഒരു നദിയിൽ ഇങ്ങനെ വാട്ടർ ബെഡിൽ കിടക്കുന്ന 2 പേര്, ഡാം ഐ മീൻ ലൈക്ക് വെള്ളത്തിൽ വാട്ടർ ബോഡിയിൽ ഇങ്ങനെ വാട്ടർ ബെഡ് ഇട്ടിട്ട് കിടക്കുന്ന 2 പേര്. അത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായി. എവിടെയാ സ്ഥലം, നല്ല രസമായിരുന്നു. അത് ഫോട്ടോസ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും അത് എവിടെ സ്ഥലം എന്ന് നോക്കി. നിങ്ങൾ പറയുന്നത് മലമ്പുഴ ഡാമാണ് ചേട്ടാ, നമുക്ക് ഒരു ദിവസത്തെ പരിപാടിയുള്ളൂ, രാവിലെ തുടങ്ങിയാൽ ഉച്ചയ്ക്ക് തീരാമെന്ന് പറയുന്നു. അപ്പൊ തന്നെ ഇവള് വിളിച്ചിട്ട് ഇവളുടെ സ്ഥിരം കോസ്റ്റ്യൂം പറഞ്ഞിട്ട് കാര്യം പറയുന്നു. ഇനി ഇതായിരുന്നു എന്റെ ആയിരുന്നു ഈ ഐഡിയ. ഈ ഫോട്ടോ കണ്ടപ്പോ എന്റെ ആയിരുന്നു, അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല, ഇതാ എന്റെ ഐഡിയ. ആക്ച്വലി ഞങ്ങള് വാട്സപ്പിൽ കൂടെയാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്, കാരണം ഞാൻ ഷൂട്ടില്ല. അപ്പൊ എന്റെ ആ ഗ്യാപ്പിലാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പൊ മൈക്ക് വെച്ചിട്ടുണ്ടാവും, കോൾ ചെയ്യാൻ പോലും പറ്റത്തില്ല. ഇങ്ങനെ അപ്പൊ വാട്ടർ ബെഡ് സാധനം കാണിച്ചത് ഞാൻ വേണോന്ന് ചോദിച്ചു. അപ്പൊ നന്ദു പറഞ്ഞു ചെയ്യാം, കുഴപ്പമില്ല, കല്യാണം ഒരു പ്രാവശ്യമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സ്ഥിരം എന്റെ കോസ്റ്റ്യൂമർ ആയിട്ടുള്ള ഫാത്തിമേനെ വിളിക്കുന്നു, ഡീനൈര. അല്ല, അതിനു മുമ്പ് പ്ലാൻ ചെയ്തതിന് മുമ്പ് അല്ലല്ല, നമ്മളൊരു ഫസ്റ്റ് ഡേ എന്റെ തലേ ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇത്. പിന്നെ എന്നിട്ട് ഞാൻ ഫാത്തിമേനെ വിളിച്ചു. ഫാത്തിമ ഇതുവരെ എന്നെ നേരിട്ട് കണ്ടിട്ടില്ല ബൈ ദ വേ, പക്ഷെ കഴിഞ്ഞ 1.5 വർഷമായിട്ട് എനിക്ക് വേണ്ടി കോസ്റ്റ്യൂം ചെയ്യുന്നവളാണ്. എന്റെ മെഷർമെന്റിൽ അവളുടെ ഒരു സ്റ്റാഫിന്റെ എന്നെ പോലെ ഇരിക്കണോണ്ട് ആ മെഷർമെന്റിലാണ് വർഷങ്ങളായിട്ട് എനിക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വൈറ്റ് ബെഡ് ആയതുകൊണ്ട് എനിക്കൊരു വൈൻ കളർ ഗൗൺ വേണം, കോക്ടെയിൽ ഡ്രസ്സ് വേണം, ഇതാണ് എന്റെ ഇത്. അപ്പൊ അവളൊന്ന് സ്ലീവ്ലെസ് ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞു നോ പ്രോബ്ലം. അപ്പൊ ഇവളെ എന്റെ അടുത്ത് പറഞ്ഞു ഇതിന്റെ കൂടെ ഞാനൊരു മറ്റേ അറിയാലോ നമ്മുടെ സ്റ്റൈലിസ്റ്റ് ചെയ്യുന്ന കാര്യം, ഒരു സൂചിയും ഒരു നൂലും കൂടെ വയ്ക്കും, എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിട്ട്. അങ്ങനെ രാത്രി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നു. 9:30 ഞാൻ അമ്മ ഷോ കഴിഞ്ഞ് ഇറങ്ങി നേരെ പോകുന്നു. പാലക്കാട് എത്തുന്നത് 2 മണിക്ക് എന്തോ അല്ലെ, ഇടയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു. 2 മണിക്ക് എത്തി, നമ്മളെല്ലാം സെറ്റായി. 2 മണിക്കൂർ കിടന്നുറങ്ങും വെളുപ്പിന്, കാരണം നമുക്ക് ആ ഗോൾഡൻ ലൈറ്റ് വേണം. അപ്പൊ മോർണിംഗിൽ നമ്മൾ വാട്ടർ ബെഡിൽ കിടക്കുന്നു, ആ ലൈറ്റ് വരുന്നു, സെറ്റ്. രാവിലെ ഇവന്റെ ഡ്രസ്സ് ഞാനാണ് ചെയ്യിപ്പിച്ചത്, ഒരേ കളർ, ഫാത്തിമയാണ് ഇത്. രാവിലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്ന് ഞാൻ ഡ്രസ്സ് ഇട്ട് നോക്കുമ്പോൾ ഇത് ലൂസ്, സൂചി നോക്കലും കാണുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഈശ്വരൻ എന്ത് ചെയ്യും. അപ്പൊ ഇവിടെ കുഴപ്പമില്ല ചേച്ചി, എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ്, കുഴപ്പമില്ല ചേച്ചി വഴിയുണ്ടെന്നും പറഞ്ഞ് സേഫ്റ്റി പിൻ കുത്തി 2 സൈഡ് നമ്മൾ ചെയ്യുന്നതാണല്ലോ, അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തു, ഇറങ്ങി, മേക്കപ്പ് ഒക്കെ സെറ്റ് ചെയ്തു, ഇറങ്ങി. നല്ല ലൈറ്റും നല്ല വ്യൂ. അവിടെ ഇറങ്ങി. അപ്പൊ നമ്മൾ ഇരിക്കണം. ഇരിക്കുമ്പോൾ ഇവിടെ സൈഡ്, അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈഡ് ഓപ്പൺ ഉണ്ട്, അപ്പൊ നീ ഒന്ന് സൂക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ഇടയിൽ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. മഴ പെയ്തു. മഴ ഞങ്ങളുടെ സ്ക്രിപ്റ്റിലില്ലായിരുന്നു. മഴയ്ക്ക് ഞങ്ങൾ പൈസ കൊടുത്തിട്ടില്ല, മഴ ഫ്രീ ആയിട്ട് ഞങ്ങൾ പെയ്യാൻ തുടങ്ങി. ഞങ്ങളെ ഒന്നാമത് ഇതിന്റെ നനഞ്ഞപ്പോഴാണ് ഈ ഡ്രസ്സ് എല്ലാം കൂടെ കേറിയിട്ട് ഇത് കേറി, ഇവിടെ കേറി നമ്മൾ ഇരിക്കുകയാണ്. പിന്നെ അങ്ങനെ ഭയങ്കര വിഷയമായി. പിന്നെ ഇവന്മാർ ഇത്രയും എഫേർട്ട് ഇട്ട് ചെയ്യുന്നതാണ്, നമുക്ക് ഒരിക്കലും അവരുടെ എഫേർട്ടിന് നമുക്ക് കളയാൻ പറ്റൂല. ഞാൻ പറഞ്ഞു എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യും. അപ്പൊ ഇവർ പറഞ്ഞു ചേച്ചി നമുക്കൊരു ലിപ് ലോക്ക് സെൻഡ് ചെയ്യാം. ഞാൻ പറഞ്ഞു സമ്മതിക്കില്ല, എന്റെ വീട്ടിൽ വഴക്ക് പറയും ഇതൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇവിടെ പറയുള്ളതാട്ടോ എടുത്തത്. എന്നിട്ട് കുറെ ഷോർട്സ് ഒക്കെ. അപ്പൊ ഇവര് നമുക്ക് എടുത്തു നോക്കാൻ ചേച്ചി, കുഴപ്പമില്ലെങ്കിൽ കല്യാണമല്ലേ ചേച്ചി എന്ന് പറഞ്ഞു. ചേച്ചി പടത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചേച്ചി ചെയ്യത്തില്ല, പിന്നെ ഒന്നും വെച്ച് ഹസ്ബൻഡ് കൂടെ ഒക്കെ ചെയ്യാൻ പ്രയാസം. അപ്പൊ ഞാൻ വെച്ചു ഓക്കെ ഫൈൻ ചെയ്യാം, എന്നിട്ട് വേണമെങ്കിൽ ഇട്ടാൽ മതിയല്ലോ. അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു. അയ്യോ നനഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിച്ചു കുത്തി മഴ. എന്നിട്ട് നമ്മളെടുത്ത് നമ്മൾ പോയി കഴിഞ്ഞ് അപ്പൊ തന്നെ നമ്മൾ തിരിച്ചു വന്ന് ഇതിന്റെ ഫോട്ടോ കിട്ടുന്നത് 1-ാം തീയതി കിട്ടും. 8-ാം തീയതിയാണ് ഞങ്ങളുടെ കല്യാണം. 6-ാം തീയതി ഫംഗ്ഷൻ തുടങ്ങി. നാട്ടില് 4-ാം തീയതി ഫംഗ്ഷൻ തുടങ്ങി, ചടങ്ങൊക്കെ. 1-ാം തീയതി ഫോട്ടോ കിട്ടി. ഞാൻ പറഞ്ഞു വേണ്ട,
വിഷയമാവും. കാരണം വീട്ടില് കോസ്റ്റ്യൂം എന്താന്ന് പറഞ്ഞിട്ടില്ല, ഭയങ്കര പ്രശ്നമാവും വീട്ടില്. കാരണം വീട്ടുകാർക്ക് ഇത് ഞങ്ങള് വീട്ടിൽ ചെറുതായിട്ട് പറഞ്ഞിട്ടുമില്ല, പറഞ്ഞിട്ടില്ല, സേവ് ദ ഡേറ്റ് ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ തിരക്കിൽ അമ്മ കോസ്റ്റ്യൂം പോലും ചോദിച്ചിട്ടില്ല. ഏട്ടൻ പിന്നെ അങ്ങനെ കോസ്റ്റ്യൂമിന്റെ കാര്യത്തിലൊന്നും അങ്ങനെ ഇടപെടാത്ത ഒരാളാണ്. ഏട്ടൻ തിമ്മിടി ചെറുതായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഏട്ടൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നന്ദുവിൻ്റെ അടുത്ത് എനിക്കിത് വീട്ടിൽ കാണിക്കാൻ പറ്റില്ല, എനിക്ക് പേടിയാവുന്നു. എന്നിട്ട് എൻ്റെ ഒരു കസിൻ ഉണ്ട്, അവളെ കാണിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു ചിന്ന ഇത് കുഴപ്പമൊന്നുമില്ല, ഇപ്പം എല്ലാവരും ഇങ്ങനെയല്ലേ ചെയ്യണേന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിളിച്ചു ഓക്കെ ഫൈൻ, ഇവള് ബാംഗ്ലൂരിലാണ്. ഓക്കെ ഏട്ടത്തി ഇവനെ കാണിച്ചു. ചേച്ചി പറഞ്ഞാൽ നല്ല രസമുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ. ഏട്ടൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറയാനുള്ള ധൈര്യമില്ല. അച്ഛൻ്റെ അടുത്ത് ഞാൻ എൻ്റെ അജണ്ടയിലെ അച്ഛനില്ല, കാരണം അച്ഛൻ കല്യാണ തിരക്കിലാണ്. എന്തായാലും അച്ഛൻ ഫേസ്ബുക്ക് മാത്രം നോക്കുന്ന ഒരാളെ കാണത്തില്ല. അങ്ങനെ ഇവൻ ഏട്ടൻ അയച്ചു കൊടുത്തു. ഏട്ടൻ പറഞ്ഞു വേണ്ട ഇത് കുറച്ച് പറ്റൂല, അങ്ങനെ ചെറിയ ഇതൊന്നും. അപ്പോൾ ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്ത് ഷൂട്ട്. അപ്പോൾ നമ്മൾ 3 ദിവസം കഴിഞ്ഞാൽ കല്യാണം, നമുക്ക് ഇടുന്നുണ്ടെങ്കിൽ ഇടാതിരിക്കാം. പിന്നെ പക്ഷെ എപ്പോഴും നമ്മൾ ഇത് ഇതാവൂ എന്ന് പേടിച്ചിട്ട് ഇടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇരുന്ന് ആലോചിച്ചപ്പോൾ ഞാൻ ശരിയാണ്, അവരിത്രയും ഇത് ചെയ്തെടുത്തതാണ്. എൻ്റെ ഒരു അങ്ങനെയാണെങ്കിൽ എനിക്ക് മുമ്പേ ഇതൊക്കെ ശ്രദ്ധിക്കാമായിരുന്നു, എൻ്റെ ശ്രദ്ധ കുറവുകൊണ്ട് പറ്റിയതാ. ഞാൻ പറഞ്ഞു ഇട്ടോ, ആ ഒരു ഇട്ടോ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എൻ്റെ അച്ഛനൊന്നും കണ്ടിട്ടില്ല അത്. അച്ഛന് ഇന്റർവ്യൂ ഒന്നും എഴുതുന്ന കാണാത്ത ഒരാളാണ്. ഇപ്പോഴെങ്കിലും കണ്ടു ഇല്ലല്ലേ? 3-ാം തീയതിയാണ് ഞങ്ങൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. 3-ാം തീയതി 4, 5, 6-ാം തീയതി ഞങ്ങളുടെ ഹൽദി തുടങ്ങാൻ പോകണം. അപ്പം ഞങ്ങൾ ഫുൾ എക്സൈറ്റ്മെൻറ്റോട് കൂടി കല്യാണം തുടങ്ങാതിരിക്കുന്നതിൻ്റെ അന്ന് ഞാനാണ് വീഡിയോ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ വീഡിയോ ഇടുന്നു. വീഡിയോ ഇട്ടൊരു 2-3 മണിക്കൂർ അല്ലേ, 3 മണിക്കൂറിൽ അതും വളരെ മോശമായ തലക്കെട്ടോട് കൂടി, നമുക്ക് ടൈറ്റിൽ ഇടാണല്ലോ. പിന്നെ അവര് കുറ്റം ഈ നമ്മളെ വിളിച്ച് നമ്മൾക്ക് മെസ്സേജ് അയക്കുന്ന ആൾക്കാരെ കുറ്റം വേണ്ട കാര്യമില്ല, കാരണം അവർ നമ്മൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവര് കാണുന്ന ശ്രീവിദ്യ ഇങ്ങനെ അല്ല, അവരെ കുറ്റം വേണ്ട കാര്യമില്ല. അവരുടെ ഒരു മനസ്സിൽ ഞാൻ അങ്ങനെ അല്ല. പിന്നെ ആ ഡ്രസ്സ് എനിക്ക് അത്ര കംഫർട്ട് അല്ലായിരുന്നു ബൈ ദ വേ, കാരണം എന്റെ തെറ്റാണ്, എന്റെ മാത്രം തെറ്റാണ്. ഇത്രയും വലിയ എഫേർട്ട് അതിന്റെ ബിഹൈൻഡ് ദ സീൻ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കണ്ടറിയാം പകുതി മുഴുവൻ വെള്ളത്തിൽ നനഞ്ഞു. ഇവർ ഇത്രയും ചെയ്തിട്ട് ഞങ്ങൾ അത് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് മോശമാണ്. വെളുപ്പിന് 5 മണിക്ക് നമുക്ക് ഒരു കോസ്റ്റ്യൂം ഡിസൈനറിനെ അവിടെ കിട്ടത്തില്ല. അങ്ങനെ അതിൽ ഒരു ഫോട്ടോയിലുണ്ട്, ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഫോട്ടോയിൽ, ബാക്കിൽ ഈ സേഫ്റ്റി പിന്നെ മൊത്തം പൊട്ടിപ്പോയി, ഇരിക്കുന്ന പൊസിഷൻ മാറിയല്ലോ. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങിയതാണ്. പിന്നെ അങ്ങോട്ട് നമ്മൾ കേട്ടിട്ടില്ല, ഒരിക്കലും ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങോട്ട് ചടപടാ ഇങ്ങനെ ഒരു ന്യൂക്ലിയർ ആക്ഷൻ ഇങ്ങനെ മാല പോലെ പൊട്ടിക്കൊണ്ടിരിക്കുമല്ലോ. പിന്നെ അങ്ങോട്ട് ഫുള്ള് ഇത് വച്ചിട്ട് ആൾക്കാർ അങ്ങോട്ട് ഞങ്ങളെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങി. ബേസിക്കലി ഞങ്ങളെ അതിൻ്റെ ഇടയിൽ വരുന്ന കമൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നത് എന്താ പറയുക, എങ്ങനെ തോന്നി നിങ്ങൾക്ക് ഈ ഒരു തുണി ഇട്ടിട്ട് അത്രയും പേരുടെ മുന്നിൽ നിൽക്കാൻ? നമ്മൾ അനിയനെ പോലെ കാണുന്നവരെ മുന്നിൽ നിൽക്കാൻ എന്താണ് ബുദ്ധിമുട്ട്? അതുപോലെ ഇത്രയും ഡ്രസ് ഉണ്ട്, ഈ ഇത്രയും ഡ്രസ് ഇട്ടിട്ട് ഞാൻ മുമ്പ് ഈവൻ തായ്ലാൻഡിൽ പോയ ഫോട്ടോ എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ ഞാൻ ഇപ്പം ചിരിക്കുക, ഒരാൾ മെസ്സേജ് അയച്ചില്ല, കല്യാണത്തിന്റെ കുറെ പ്രശ്നം വന്നപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് ഒരാൾ മെസ്സേജ് അയച്ചതാ, കണ്ടോ സേവ് ദ ഡേറ്റിന്റെ പ്രാക്കാ കല്യാണത്തിന് കിട്ടിയത്. ലിറ്ററലി പ്രാക്ക് തന്നെയായിരുന്നു. ഞാൻ നേരത്തെ പാറുവിൻ്റെ അടുത്ത് പറഞ്ഞ പോലെ ഞാൻ കണ്ടോണ്ടിരിക്കുക, ഇവളുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഞാൻ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. ഇത് കണ്ടിട്ട് ഒരു 10,000-3000 പേര് അൺസബ്സ്ക്രൈബ് ചെയ്യുകയാണ് യൂട്യൂബിൽ. അപ്പോൾ അതിൻ്റെ ആ ഒരു മൈൻഡ് സെറ്റ് ഒന്ന് ആലോചിക്കണം. അതായത് ശ്രീവിദ്യ അങ്ങനെ ഒരു ഫോട്ടോ ആയിട്ട് കണ്ടു, അതുകൊണ്ട് ഇനി ഞാൻ ശ്രീവിദ്യനെ യൂട്യൂബിൽ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ കണ്ടോണ്ടിരിക്കുക. പിന്നെ എനിക്ക് കാണിച്ചു തരാം, നോക്കും ചടപടാന്ന് പറഞ്ഞിട്ട് ഒരു 3000-ഓളം ആൾക്കാർ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവാണ്. പക്ഷെ അതിന് എനിക്ക് വിഷമമൊന്നും ഉണ്ടായില്ല, കാരണം ആ ഒരു ബാരിയർ എന്തെങ്കിലും പൊട്ടിക്കേണ്ടി വരും എന്നുള്ളത് എനിക്കറിയാം. നാളെ ഒരു പടത്തിൽ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ സാധനമാണ് ചെയ്യാൻ പോണത്. കാരണം എനിക്ക് സിനിമ അഭിനയിക്കാൻ എനിക്ക് ഇഷ്ടമുള്ള ആളാണ്. നാളൊരു സിനിമയിൽ ഒരു ക്യാരക്ടറിന് ലിപ് ലോക്ക് വേണ്ടി വന്നു കഴിഞ്ഞാൽ ആ ക്യാരക്ടർ പോയി കഴിഞ്ഞാൽ നമ്മൾ ക്ഷമിക്കില്ല. അപ്പോൾ ചിലപ്പോൾ ഞാൻ ചെയ്തെന്നിരിക്കും, അപ്പോഴും ഞാൻ പൊട്ടിക്കേണ്ട ഒരു ബാരിയർ തന്നെയാണ്. പക്ഷെ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാർ വന്ന് മോളെ അങ്ങനെ ചെയ്യരുതെന്ന് പറയുമ്പോഴാണ് എനിക്ക് വിഷമം. സ്നേഹം കൊണ്ട് പറയുന്നത്, അറ്റാക്ക് ചെയ്യുന്നില്ല. അവിടെ നിന്നൊരു സൈബർ അറ്റാക്ക് ആയിരുന്നു അതായത് ഓൺലൈനിലെ എല്ലാ ന്യൂസിലും പറയേണ്ട ഒരു രീതി ഉണ്ടായിരുന്നു. കമന്റിനൊരു ഇത് ഞാൻ ഇതുവരെ അങ്ങനെ ഒരു സൈബർ അറ്റാക്ക് നേരിടാത്ത ഒരാളാണ്. ഒരുപാട് വിവാദങ്ങൾ വന്നപ്പോൾ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാത്തതാണ്, എനിക്കതൊരു പ്രശ്നം. പക്ഷെ സൈബർ അറ്റാക്ക് ആദ്യമായിട്ടാണ്, അത് തന്നെ കല്യാണത്തിന്റെ തലേ ദിവസം. അത് കഴിഞ്ഞ് നേരെ ഹൽദിയിലേക്കാണ്. ഹൽദിയുടെ അന്ന് തലേദിവസം രാത്രി സത്യം പറഞ്ഞ ഇത്രയും നേരം ഞാൻ പറഞ്ഞില്ലേ ചേച്ചി ചേട്ടാ ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല, എനിക്കറിയാം അതിന്റെ ഒരു റീസൺ മേ ബി ഇതായിരിക്കാം എൻ്റെ ഉള്ളിൽ നിന്ന്. കാരണം ഞാൻ കല്യാണത്തിന് പോയ ഒരാളാണ്, നമ്മളിത് പേഴ്സണലി സംസാരിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ ഈ ഇന്റർവ്യൂ എടുക്കണേ മുന്നേ ഇങ്ങനെ ആലോചിക്കും ഞാൻ എന്താ ചോദിക്കുക, എങ്ങനെയാണ് ഞാനിത് കുറേ കാര്യങ്ങൾ എൻ്റെ ഉള്ളിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം പേഴ്സണലി എനിക്ക് ഇവർ രണ്ടുപേരെ അറിയുന്നതുകൊണ്ട് ഇപ്പോൾ നന്ദിച്ചേട്ടാ ഞാൻ കല്യാണത്തിനെ കാണുന്നത്, പക്ഷെ എനിക്ക് കുറേ നാൾ മുന്നേ അറിയുന്ന എൻ്റെ ഒരു ചേട്ടനെ പോലെയാ. ഞാൻ എന്താ ചോദിക്കാന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ വെച്ചാൽ ആ ഒരു ഫ്ലോയിൽ പോട്ടെ എന്ന്. പക്ഷെ ഇത് നമുക്ക് എവിടെ എത്തിക്കാൻ പറ്റുമെന്ന് അറിയില്ല, ബട്ട് സ്റ്റിൽ ഇത് സംസാരിക്കും.
ഇത് കുറെ നീളം. പക്ഷെ ഇത് പറയണം ചില അതാ ഞാൻ ആദ്യം പറഞ്ഞില്ല, ഈ പുറത്തു നിന്ന് കണ്ടവർ ജഡ്ജ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതൊന്നും അല്ല അകത്ത് കിടക്കുന്നത്. ഞങ്ങളൊരു കല്യാണം എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് നടത്തുവാണോ. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ പാരന്റ്സ് ട്രിവാൻഡ്രത്തും ഇവളുടെ പാരന്റ്സ് കാസർഗോഡ്. ഇവരെ ഈ പ്രായമായവരെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇവരെ കൊണ്ട് നമുക്ക് ഈ അറേഞ്ച്മെന്റ്സ് ഒന്നും ചെയ്യിപ്പിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമുണ്ട്. ഞാനും ഇവളും കൂടെ അറേഞ്ച് ചെയ്ത കാര്യങ്ങളാണ് എനിക്ക് നടന്നത് മൊത്തം. ഞങ്ങൾ കല്യാണ മണ്ഡപം ബാക്കിയുള്ള കാര്യം എല്ലാം ഞങ്ങളാണ് പേഴ്സണലി പോയിട്ട് ഫോട്ടോസ് അവർക്ക് അയച്ചു കൊടുക്കും. അമ്മ അച്ഛാ ഇതാണ് സ്ഥലം. ഏട്ടനൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങനെ 2-3 വട്ടം നമ്മൾ തന്നെ പറഞ്ഞു ഏട്ടൻ വേണ്ട എല്ലാം ഓക്കെയാണ്. അപ്പൊ ഏട്ടൻ വിളിച്ചു നോക്കി ഇവന്റുകാർ എല്ലാം ഓക്കെയാണ്. അന്ന് തലേദിവസം നമ്മള് സംഗീതത്തിന് ഡാൻസ് മറ്റേത് പറയായിട്ടുള്ള ഹൈലൈറ്റ് നന്ദു പണ്ട് അമൃത ടിവിയില് സൂപ്പർ ഡാൻസർ ജൂനിയറില് അതില് ഡാൻസിന്റെ എന്തിനാണ് ഷോയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. ഓഡിഷന് പോയി, പക്ഷെ അവർക്ക് കിട്ടി കഴിവുകളുണ്ട്. നന്ദിന് കഴിവുണ്ടായിരുന്നു. ഷോ ആയിരുന്നു കേറിയിരുന്ന നന്ദിച്ചേട്ടൻ. ഒരു കരിയർ ഞാൻ കൊടുത്തില്ല. കഴിഞ്ഞോടെ കണ്ടപ്പോഴും ഓർമ്മയില്ല അങ്ങനെ. അപ്പൊ നന്ദു എന്റെ ഡാൻസിന്റെ ചിഹ്നം അങ്ങനെയാണ്, സംഗീതം ഡാൻസ് ഷോ ഓഫ്. എനിക്ക് കാണിച്ചൊന്നുമില്ല, ഷോ ഓഫ്. അപ്പം അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്തു. നന്നായിട്ട് ചെയ്യണ്ട, ഇത്രയും വർഷം എന്റെ അടുത്ത് ഡാൻസറാന്ന് പറഞ്ഞ് പറ്റിക്കല്ലേ. കാലങ്ങ് മടങ്ങി. അതാണ് ഇത്. എല്ലാത്തിലും കാണാൻ ഞാൻ ഈ തള്ളവരൽ അടിയിലായി പോയി. അന്ന് രാത്രി ആശുപത്രിയിൽ പോയി. ചിന്നുവിനെ ഇംപ്രസ് ചെയ്യാൻ ഒടുക്കത്തെ പ്രാക്ടീസ് ആയിരുന്നു. ഇപ്പൊ അല്ലെങ്കിൽ ശരിയല്ല. മറ്റേ എക്സ്റേ എടുത്തു, MRI എടുത്തു. രാത്രി തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. തിരിച്ചു വന്നു. രാവിലെ എണീക്കാൻ പറ്റുന്നില്ല. രാവിലെ കാല് തറയൊന്നുമില്ല. അതായത് ഹൽദിയുടെ അന്ന് ചിന്നുമില്ല. ചിന്നു മേക്കപ്പ് ചെയ്യാനും നെയിൽ ചെയ്യാനുള്ളത്. ഞാൻ രാവിലെ 11 മണിക്ക് ഞാൻ 10 മണിക്ക് എണീറ്റ് കാല് താഴെ. എന്റെ ഹൽദി 3 മണിക്കാ ഫംഗ്ഷൻ. 3 മണിക്ക് ഫംഗ്ഷൻ, 11 മണിക്ക് കുമ്പളങ്ങിൽ എത്തണം. 11 മണിക്ക് 10:30 ഞാൻ എണീക്കും. എന്റെ കാല് താഴെ വന്നാൻ പറ്റുന്നില്ല, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ തന്നെ അമലും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ എന്നെ എടുത്ത് ഞാൻ ബാത്റൂമിൽ പോകുന്നു, പല്ലിരിക്കുന്നു, നേരെ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ പറഞ്ഞു ഒരൊറ്റ കാര്യം ചെയ്യാൻ പറ്റും, നമുക്ക് ബാക്കിൽ നടുവിൻ്റെ അവിടെ ആയിട്ട് റൈറ്റ് ലെഗിനെ ഒന്ന് നമ്പാക്കാനായിട്ട്, റൈറ്റ് ലെഗിൻ്റെ ഈ പോർഷൻ ഒന്ന് നമ്പാക്കാനായിട്ട് നമുക്കൊരു ഇഞ്ചക്ഷൻ എടുക്കാം. പ്ലസ് ഒരു 5 പെയിൻ കില്ലേഴ്സ്, 5 എണ്ണം ഹെവി ഡോസുള്ള 5 പെയിൻ കില്ലേഴ്സ് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് നിൽക്കാൻ പറ്റും. ഞാൻ ഇതൊക്കെ എടുത്തിട്ട് നേരെ ഹൽദിക്ക് പോകുമ്പോഴത്തേക്ക് ഈ ഇഞ്ചക്ഷൻ എടുത്ത് ഒരു അരമണിക്കൂർ ആയപ്പോൾ തന്നെ എനിക്ക് സെറ്റല്ല, എനിക്ക് അറിയുന്നില്ല ഈ കാല് ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല. ഹൽദിയുടെ എൻട്രൻസിൽ ഡാൻസ് ചെയ്യുമ്പോഴും കാണാം ഈ കാല് പൊക്കി പിടിക്കും. ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആൾക്കാർ എനിക്ക് അതാ സ്റ്റെപ്പ് വന്നത്. സംഭവം ഈ കാല് അറിയുന്നില്ല. അങ്ങനെ ഹൽദിയുടെ ദിവസം ആ വേദനയും പരിപാടിയൊക്കെ വേദനയും പരിപാടിയല്ല, കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഈ പെയിൻ കില്ലർ 5 പെയിൻ കില്ലർ എഫക്റ്റീവാ. ഇവന് സംസാരിക്കാൻ പറ്റുന്നില്ല, നാക്കുകൊഴയുക. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പോവും, മറ്റേ ഇത് കെട്ടും, തിരിച്ചു വരും. ഇടയ്ക്കിടയ്ക്ക് ഇവൻ ഇവിടുന്ന് പോവും. എനിക്ക് പാവം തോന്നും. മതി വയ്യ അവന്, മതി എന്ന് പറഞ്ഞ് ഹൽദിയുടെ ഫംഗ്ഷൻ കഴിഞ്ഞു. ഇല്ല, ആ വീഡിയോ കണ്ടാ അറിയണം നാക്ക് കുഴയുന്നുണ്ട്. ആൾക്കാരായിരിക്കും ഞാൻ പോയിട്ട് കല്യാണം എനിക്ക് സന്തോഷമേ ഉള്ളൂ, എന്റെ കല്യാണമല്ലേ എനിക്ക് അടിക്കാമല്ലോ. ഇത് ഈ പെയിൻ കില്ലേഴ്സ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ടൊരു വല്ലാത്തൊരു ഒരു ഇങ്ങനെയൊക്കെ ആയി തുടങ്ങി. അപ്പൊ ആൾക്കാർ നോക്കുമ്പോ ഞാൻ എന്തോ അവിടെ നിൽക്കുന്നവർക്കറിയാം, വീഡിയോ കാണുന്നവർക്ക്. അങ്ങനെ ഹൽദി അങ്ങനെ കഴിഞ്ഞു. സംഗീതത്തിന്റെ അന്ന് രാവിലെ അല്ല, ഒരു ഉച്ച 6 മണിക്കാണ് തുടങ്ങേണ്ടത്. തലേദിവസം നടന്ന അതേ റിസോർട്ടിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള വേറൊരു സെയിം. അപ്പൊ ഇവരെല്ലാം ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഞൊണ്ടി അവിടെ ബാൽക്കണിയിൽ നിൽക്കുമ്പോഴത്തേക്കും എന്റെ H2A ഇവന്റിലെ ഷിഹാബൊക്കെ വിളിച്ചിട്ട് പറയാണ്, രാവിലെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഞാൻ പറഞ്ഞു എന്തൊരു 1.5-2 എത്രയോ സ്പെൻഡ് ചെയ്തിട്ടാണ് അവര് അവിടെ ഒരു സ്റ്റേജ് ഇട്ടിരിക്കുന്നത്. ഭയങ്കര ഓപ്പൺ ഏരിയ ആണ്, കായലിന്റെ സൈഡിലുള്ള നല്ല വലിപ്പമുള്ള ഒരു സ്റ്റേജ് ആണ്. ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഷിഹാബൊക്കെ എന്നെ വിളിച്ചിട്ട് നിങ്ങളുടെ കോസ്റ്റ്യൂമിന് മാച്ച് ആയിട്ട് സെറ്റ് ചെയ്ത പോലെ കംപ്ലീറ്റ് സ്ക്രീനും ഒരു മൂണൊക്കെ അവർ കെട്ടിത്തൂക്കി ഇറക്കി, ഒരു കംപ്ലീറ്റ്ലി ഒരു മൂൺ എല്ലാം കെട്ടിത്തൂക്കി ഇറക്കി. അവരെന്നെ വിളിച്ചിട്ട് പറയാണ്, രാവിലെ ഒരു പ്രശ്നമുണ്ട്. രാവിലെ മുതൽ 10 മിനിറ്റ് ഇടവിട്ടിട്ട് നല്ല കാറ്റും മഴയും. ഞങ്ങൾ ആ ഇട്ട 2 ലക്ഷം രൂപയുടെ സ്റ്റേജ് പൊളിഞ്ഞു, ആ 3 ഉൾപ്പെടെ താഴെ നിന്ന് പൊട്ടി. നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എൻ്റെ അടുത്ത് ഷിഹാബൊക്കെ ചോദിക്കുകയാണ്. ഉച്ചയ്ക്ക് 2 മണിക്ക് 6 മണിക്ക് ഫംഗ്ഷൻ, അതും വലിയ ഫംഗ്ഷനാണ്, ഒരു 100-250 പേരുള്ള. ഹൽദി ആണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ഫാമിലിയുടെ 60 പേരെ ഉണ്ടായിരുന്നു. ഇവളുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ല എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു സൈഡിൽ ഈ വേദന, അതിനിടെ കൂടി ഇത് മറിഞ്ഞു വീഴുന്നിരിക്കുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെയാണെങ്കിൽ വേറെ ആരാടോ രാവിലെ വിളിച്ചു ചോദിച്ചാൽ വൈകുന്നേരം ഹോൾ എവിടെയെങ്കിലും കിട്ടുമോ? നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല. കിട്ടിയാൽ തന്നെ ഇതെല്ലാം ഗുരുവായൂരിൽ വരെ എത്രയോ കല്യാണം റെക്കോർഡ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ആലോചിക്കണം കേട്ടോ. പറഞ്ഞു ഇതിന്റെ കൂട്ടത്തിലാണ് നമ്മള്
ഏതാ മറ്റേ സൈഡിൽ ഏതാ സേവ് ദ ഡേറ്റിന്റെ കലിപ്പ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. ഇവളുടെ കല്യാണത്തിന് ആരെങ്കിലും കാണോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള ഒരു സൈഡിൽ കൂടെ ഇതൊന്നും അറിഞ്ഞുകൂടാത്ത കുറച്ച് പേര് പുറത്ത് വന്നിട്ട് ഞങ്ങളെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പാരലി ഇവിടെ അകത്ത് കിടക്കുന്ന സ്റ്റേജ് ഇല്ല. എവിടെ പോയി നിൽക്കും? 250 പേര്, ഇവളുടെ നാട്ടിൽ നിന്ന് 70 പേര് ബസ് പിടിച്ച് വന്നിരിക്കുകയാണ് സംഗീത് അറ്റൻഡ് ചെയ്യാനായിട്ട്. എന്ത് ചെയ്യുന്നൊരു ഐഡിയ ഇല്ല. ഇവൻ്റെ കാര്യം നമ്മുടെ എന്താ പറയുക, സ്വന്തം കുടുംബത്തിനെ പോലെ ഇവർ നമ്മുടെ കൂടെ നിന്നിട്ട് ഒരു 4-4:30 വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പോൾ ഒരുവിധം മഴ കുറവുണ്ട്, ആ പൊളിഞ്ഞ സ്റ്റേജ് പോട്ടെ, ഞങ്ങൾ പുതിയ സ്റ്റേജ് ഇട്ടുകൊണ്ടിരിക്കുക. പുതിയ സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്തു. നിങ്ങൾക്കിപ്പം ഇന്നലെ നിങ്ങൾ ഇവിടം ഡെക്കറേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് അറിയാം എത്ര നേരം എടുക്കും ഇതൊന്നും ഡെക്കറേറ്റ് ചെയ്ത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം 250 പേര് വരുന്ന ഒരു സ്റ്റേജ് അവർ മൊത്തം വീണ്ടും റീക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഞാൻ മെൻഷൻ ചെയ്യട്ടോ. ഞാൻ അവരെ വിളിച്ചതാണ്, ഞാൻ രാവിലെ വിളിച്ചു വെച്ചിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാൻ ഞാൻ ആ ടീമിനെ വിളിച്ചു. പക്ഷെ അവരും ഭയങ്കരമായിട്ട് ടയേർഡായി. പക്ഷെ എന്താ പറയുക, എന്തെങ്കിലും നിവർത്തി ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും എത്തിയാണ്. കാരണം ഇത് കഴിഞ്ഞപ്പോൾ ടയേർഡായി അവരെല്ലാരും പല വഴിക്കായി. ഇനി എല്ലാവരും തിരിച്ചു കൊണ്ടുപോകാനുള്ള പാഠം അവർ പറഞ്ഞിരുന്നു. ഇവന്റ് ആയിട്ടല്ല കേട്ടോ നിന്ന് അവരങ്ങ് നമ്മുടെ വീട്ടിലെ ചേട്ടന്മാർ. ഞാൻ പറഞ്ഞു ഞാൻ കല്യാണത്തിന് ഇവരുടെ കസിൻ ആരോ വിചാരിക്കണം. അതുപോലെ ഇപ്പൊ വരും കേട്ടോ, അവരിപ്പോ വരും, ഡ്രസ്സ് മാറാൻ പോയേക്കാണ്. അങ്ങനെയായിരുന്നു. അവരങ്ങ് മുണ്ടും മടക്കി കുത്തി അങ്ങ് കുറച്ച് മനുഷ്യരാണ് കേട്ടോ ഈ കല്യാണം നടത്തി. അത് ഞാൻ ലാസ്റ്റ് പറയാം. അങ്ങനെ സംഗീത് ദൈവം സഹായിച്ച് ഞങ്ങൾ പോയപ്പോ തൊട്ട് ഞങ്ങള് അതാണ് അതിലും രസം. 6 മണിക്ക് നമുക്ക് വേണ്ടി ഈ പിള്ളേര് കുറച്ച് വിഷമിച്ചു. ഇനി അത് വേണ്ടെന്ന് ദൈവം അങ്ങ് തീരുമാനിക്കത്തില്ലേ. പക്ഷെ അവിടെയും പെട്ടു. ഞങ്ങള് 6 മണിക്ക് എത്തേണ്ട ഞങ്ങൾ എത്തിയത് 8 മണിക്ക്. എറണാകുളത്ത് ഈ അടുത്ത് കാണാത്തൊരു ബ്ലോക്ക്. ഇടപ്പള്ളിയിൽ നിന്ന് ഞങ്ങൾ കുമ്പളങ്ങി വരെ എത്തണം. 4 മണിക്കോ 4:30 ഇറങ്ങി ഞങ്ങൾ എത്തി 8 മണിക്കാണ് കുമ്പളങ്ങിൽ എത്തിയത്. 10:30 വരെ നമുക്ക് മൈക്കിന്റെ സൗണ്ടിന്റെ നമുക്ക് വേണ്ടിട്ട് നമ്മൾ നമ്മുടെ സ്റ്റേജ് പുതിയ സ്റ്റേജ് പണിതിരുന്നോണ്ട് ദൈവം അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്യാം. മഴയില്ല, പിന്നെ മഴയില്ല, കാറ്റില്ല, കുമ്പളങ്ങിയിൽ മൊത്തം അങ്ങ് ഡ്രൈ. അങ്ങനെ നമ്മൾ എത്തുന്നു. നമ്മൾ എത്തിയിട്ട് പ്രോഗ്രാം ഒക്കെ അടിപൊളിയായിട്ട് നടക്കുന്നു, ഗംഭീരമായിരുന്നു. സംഗീതമായിരുന്നു എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ഫംഗ്ഷൻ. അപ്പം ഇത്രയും വിഷയങ്ങളുണ്ട്, എല്ലാം കൂടെ അങ്ങ് അറമാദിക്കുന്നു. 10:30 നമ്മുടെ മൈക്ക് ഓഫ് ചെയ്യുന്നത് മഴയാണ് പെയ്യുക. അതായത് ദൈവം ഓഫ് ചെയ്ത് നോക്കില്ലേ. ഇതില് ചിലര് വിചാരിക്കുവേ ഇത് സീരിയൽ കഥ ഇരുന്ന് പറയുന്നത്, നടന്ന സംഭവമാണ് പറയുന്നത്. 10:30 മൈക്ക് ഓഫ് ചെയ്യുന്നു, മഴ തുടങ്ങും. ദൈവത്തിൽ വിശ്വസിക്കുന്നത്. ഇനി നന്ദുവിന്റെ കാലിന് അനക്കാൻ വയ്യ. അപ്പൊ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം നന്ദു ഡാൻസ് ചെയ്യാണെന്ന്. എന്തു ഡാൻസ് ചെയ്തു, ആ കാല് തന്നെ വെച്ചിട്ട്. അതായത് പ്ലാൻ ചെയ്ത ഒരു 5-6 ഡാൻസിൽ ഒരു ഡാൻസ് അവൻ ചെയ്തു. കണ്ണ് നിറഞ്ഞു പോയി. ഫ്രണ്ട്സും ഫാമിലിയും എല്ലാരും, ഇവന്റുകാരും ഫോട്ടോഗ്രാഫേഴ്സ് അങ്ങ്, അതായത് നമ്മൾ ഇത് വിട്ടുകൊടുക്കുക. സംഗീത ഫംഗ്ഷൻ അങ്ങ് നടത്തി. ഇനിയാണ് അങ്ങോട്ട് തുടങ്ങുന്നത്. ഇനി കല്യാണത്തിന് ഇത്രയും തന്നെ കേട്ടിട്ട് എനിക്ക് മതി. ലോകത്ത് ഇതുവരെ സംഗീതം അന്ന് രാത്രി നീ വീഴുന്നു അടുക്കളയിൽ ഞാൻ ഇങ്ങനെ നിൽക്കുക. എന്റെ അനിയന്റെ അടുത്ത് വർത്താനം പറഞ്ഞോണ്ടിരിക്കും. അമ്മ ഇവിടെ ഉണ്ട് സംസാരിച്ചോണ്ടിരിക്കുക. ഞാൻ ഒന്നും പറ്റില്ല, പക്ഷെ ഞാനങ്ങ് വീഴുവോ. അമ്മ വിചാരിച്ചു ബോധം കിട്ടുമെന്ന്. അന്ന് രാത്രി എന്റെ മറ്റേ ഫ്ലാറ്റിന്റെ കിച്ചണിൽ വെച്ചിട്ട് ഒന്നും പറ്റില്ല, പക്ഷെ അങ്ങനെ വീഴും. പിന്നെ എനിക്കൊരു പേടി. അങ്ങനെ കല്യാണത്തിന്റെ അന്ന് രാവിലെ ഇതേപോലെ എല്ലാ ഫംഗ്ഷനൊക്കെ തുടങ്ങാൻ പോകുന്നു. എൻ്റെ മേക്കപ്പും കോസ്റ്റ്യൂമും ചിലപ്പോൾ ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ബ്രൈഡ് സ്വന്തം. ഞാൻ എൻ്റെ കല്യാണ ബ്ലൗസിൻ്റെ 2 ഇതുവരെ ട്രയൽ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ അപ്പോഴാണ് കാണുന്നത്. സാരി ഞാൻ എടുത്തത്. പിന്നെ എൻ്റെ ഹൽദിയുടെയോ സംഗീതിൻ്റെ ഒറ്റ ഫംഗ്ഷൻ്റെ കോസ്റ്റ്യൂം ഞാൻ ട്രയൽ ചെയ്തിട്ടില്ല. കിട്ടുമ്പോഴാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. എനിക്കറിയില്ല കോസ്റ്റ്യൂം എന്താണെന്ന് എനിക്കറിയാം, പിന്നെ ട്രയൽ ചെയ്തിട്ടില്ല. കല്യാണമാണ് എൻ്റെ. അപ്പോൾ കോസ്റ്റ്യൂമോ അതൊക്കെ എൻ്റെ ഒരു കോൺഫിഡൻസ് ആണ്, അത് നന്നാവും എന്നുള്ളത്. പിന്നെ കല്യാണം കഴിഞ്ഞു. കല്യാണത്തിൻ്റെ മേക്കപ്പിൻ്റെ കുറേ പ്രശ്നം സത്യമായിട്ട് ഞാൻ കമൻറ്റ് ബോക്സ് തുറന്നിട്ടില്ല. എനിക്കതിനുള്ള ധൈര്യമില്ല. പക്ഷേ പേഴ്സണലായിട്ട് നമ്മുടെ കൂടെ നിന്ന ഒരു വിഭാഗം ഓഡിയൻസ് ഉണ്ട് കേട്ടോ. പേഴ്സണൽ മെസ്സേജ് അയച്ചവർ, കൂടെ നിന്നവരില്ലേ, അവരെ ഞങ്ങൾ ജന്മത്തിൽ മറക്കില്ല. അതായത് നമ്മുടെ വീട്ടിലെ കുട്ടിയുടെ കല്യാണം എന്നും പറഞ്ഞ് മോളെ, ചിന്നുമോളെ, നന്ദുമോനെ എന്നും പറഞ്ഞ് കൂടെ നിന്ന ഒരു ഓഡിയൻസിന് എൻ്റെ ദൈവത്താണ് ഞാൻ അവരെ മറക്കൂല. അങ്ങനെ ഒരുപാട് മനുഷ്യരുടെ ലോകമായത്. നെഗറ്റീവ് പറയുന്നവരെ പറയുമ്പോൾ തന്നെ നമ്മൾ ഇവരെയും പറയണം. സത്യം പറഞ്ഞാൽ കല്യാണത്തിൻ്റെ അന്ന് ഇവൻ എന്നെ കണ്ടപ്പോഴേ കരഞ്ഞു തുടങ്ങി. എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. വളരെ സന്തോഷം. എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഭാര്യയല്ലേ, എനിക്ക് എൻ്റെ അവളുടെ മേക്കപ്പ് ഇഷ്ടപ്പെട്ടു, ഹെയർ ഇഷ്ടപ്പെട്ടു, സാരി ഇഷ്ടപ്പെട്ടു. ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. ഞാൻ എൻ്റെ ഇപ്പൊ നമ്മൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ, നമ്മളൊന്ന് റിമൈൻഡ് ചെയ്തിട്ട് ഹെയർ മാറ്റായിരുന്നു, സാരി മാറ്റായിരുന്നു ഒരു ഓപ്ഷൻ തന്നാലും ഞാൻ മാറ്റത്തില്ല. എന്റെ ജീവിതത്തിലെ ഞാൻ എന്നെ ഏറ്റവും ഭംഗിയായിട്ട്, ഞാൻ എന്നെയും അവനെ ഏറ്റവും ഭംഗിയായിട്ടാണ് എന്റെ കല്യാണ ഡ്രസ്സിലാണ് ഞാൻ ചിന്നുവിനെ കണ്ടത്. നീ നിന്നെ കാണുന്നതിനേക്കാളും ഞാൻ എൻ്റെ ചിന്നുവിനെ ഏറ്റവും ഭംഗിയായിട്ട് കണ്ടത് ഈ കല്യാണത്തിൽ. ഇവരെല്ലാരും പറയുന്ന ഈ ബോർ മേക്കപ്പിലും ബോർ ലിപ് ഷെയ്ഡിലും ബോർ സാരിയിലും, ഐ മീൻ ഒരു ഈ പറയുന്ന നെഗറ്റീവ് പറയുന്ന ഈ പറയുന്ന ഇവർ പറഞ്ഞ ഈ 3 ഏറ്റവും ഭംഗിയായിട്ട് ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളത്. എൻ്റെ
എന്റെ ലൈഫിൽ ഞാനിപ്പം ഞാൻ കുറച്ചു നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞു തിരിച്ചു പോകണമെന്ന് തോന്നുന്ന മൊമെന്റ്സിൽ ഒന്നാണ് എന്നെ അന്നുള്ള കല്യാണ ലുക്കിലുള്ള കണ്ടത്. ദൈവം നമുക്ക് ഇങ്ങനെ ഒരു ചാൻസ് തരാം, ഓക്കെ അതിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു കല്യാണം കഴിക്കാം, ഞാൻ മാറ്റത്തില്ല, എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ മാറ്റില്ല, സ്റ്റൈലിസ്റ്റിനെ മാറ്റില്ല, സാരി മാറ്റത്തില്ല, ബ്ലൗസ് മാറ്റത്തില്ല, അതേ ഞാൻ വയ്ക്കത്തുള്ളൂ. അത്ര ഇഷ്ടമായി ബാബു. ഞാനും കല്യാണത്തിന് എത്ര ലേറ്റായി. സെക്കൻഡ് കോസ്റ്റ്യൂമിലാണ് ഞാൻ ചേച്ചിയെ കണ്ടത്. പക്ഷേ ഫസ്റ്റിൻ്റെ ഫോട്ടോ ഞാൻ ചേച്ചിയോട് പറഞ്ഞു. ഫസ്റ്റ് ലുക്ക് ഭയങ്കര, ഞാൻ പേഴ്സണലി ശബരിച്ചേട്ടൻ്റെ മെസ്സേജ് അയക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു ചേട്ടാ ഭയങ്കര രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഫസ്റ്റ് ലുക്ക് എനിക്ക് പേഴ്സണലി കുറച്ചുകൂടെ ഇഷ്ടമായത്. പക്ഷേ രണ്ടും എനിക്ക് അങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അത് ചിലപ്പോൾ ക്യാമറയുടെ എന്തെങ്കിലുമൊക്കെ ഇതായിരിക്കും. പക്ഷെ നിങ്ങൾ പറഞ്ഞു അത് കുഴപ്പമേ ഇല്ല. കാരണം നിങ്ങൾക്ക് പറയാം, നമ്മൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ അഭിപ്രായങ്ങൾ പറയണം, അതെ പബ്ലിക് ഫിഗർ ആണ് നിങ്ങൾക്ക് പറയാം. പക്ഷെ അത് നയത്തി പറയണം. എന്നെയല്ല, എനിക്ക് ചിലപ്പോൾ വേദനിച്ചൊന്നും വരില്ല, പക്ഷെ ഫാമിലിക്ക് അത് വേദനിക്കും, ഒരുപാട് വേദനിക്കും. അങ്ങനെ കല്യാണത്തിൻ്റെ അന്നാണ് യുദ്ധം. ഇത് ഞങ്ങൾ അറിയുന്നില്ല പൈസ. അത് ഞാൻ ഓൾറെഡി പറഞ്ഞാണ്, എന്നാലും ഞാൻ പറയാം. ഞാൻ ഈ മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ എല്ലാവരെയും നമുക്ക് പേഴ്സണലായിട്ട് അറിയാം. നിങ്ങൾ ചിലപ്പോൾ ക്യാമറയിൽ നമ്മളെ കാണുന്നില്ല, പക്ഷെ നമ്മൾ ഇവരെ എന്നും കാണുന്നവരാണ്. അപ്പോൾ ഇതിൽ പലരെയും ഞാൻ കല്യാണം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ആ വന്ന മീഡിയയിലൊരു 50% ആൾക്കാരെ ഞാൻ പേഴ്സണലി കല്യാണം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ വരണം, പക്ഷെ ക്യാമറ എടുക്കാണ്ട് വരണം. അപ്പം ഞാൻ ഓൾറെഡി ക്ലിയർ ചെയ്തെല്ലാം വിട്ടതാണ്. എനിക്ക് അവർക്ക് ഫുഡ് കൊടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. എൻ്റെ കല്യാണത്തിന് ഭക്ഷണം കഴിക്കാതെ പോയത്. അതിനൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് നാൾ മുമ്പ് ഐഷുവിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ഐഷുവിൻ്റെ കല്യാണത്തിന് ഞാനാണ് കല്യാണം മുഴുവൻ ഓടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഐശ്വര്യ തിരിച്ചുണ്ടായിരുന്നു, സത്യമാണ്. അപ്പം ഐഷുവിൻ്റെ കല്യാണത്തിന് ഇതേപോലെ ഇവിടെ ബ്രൈഡ് ആണല്ലോ, അപ്പൊ ഇവക്ക് നോക്കാൻ പറ്റാത്ത കാര്യങ്ങളിൽ ഞാൻ ഓടുമ്പോൾ ഉച്ചയ്ക്ക് ഇവള് സെക്കൻഡ് സാരി മാറാൻ പോയ സമയത്ത് കുറേ ചെറിയ പിള്ളേരില്ലേ, ചെറിയ പിള്ളേർ 20s ഉള്ള 2-3 പിള്ളേർ അവിടെ ഇരിക്കുക, എൻ്റെ അനിയന്മാരുടെ പ്രായമുള്ള പിള്ളേർ. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്താടാ ഇവിടെ ഇരിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ക്യാമറ ടീമായിരുന്നു, ലൈക്ക് മീഡിയ ആയിരുന്നു. അപ്പോൾ ഞാനോന്നു ഞാൻ പറഞ്ഞു കഴിച്ചിട്ട് വാ, അവൾ കഴിയുമ്പോഴത്തേക്ക് എന്നാൽ കഴിച്ചിട്ട് വാന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല ചേച്ചി ഭയങ്കര ടയേർഡായിട്ടിരിക്കും, ഇല്ല ചേച്ചി കഴിക്കാൻ പോയി കഴിഞ്ഞാൽ കണ്ടന്റ് മിസ് ചെയ്യും എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പം എനിക്കത് ഭയങ്കര വിഷമമായി. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കല്യാണത്തിന് ഭക്ഷണം കഴിക്കണം എല്ലാവരും, അവിടെ വരുന്ന ഒരാൾ പോലും, വഴിതെറ്റി വന്നവർ പോലും ഭക്ഷണം കഴിക്കാണ്ട് പോയത്. അതായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞ ഡിമാൻഡ് അല്ലേ, അതായിരുന്നു. അതെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതാണ് ഞാൻ ചിലപ്പോൾ ചെയ്ത തെറ്റ്. എന്നിട്ട് ഞാനാണ് അതിന്റെ ലിസ്റ്റ് എടുത്തത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, രാജേശ്വരനെ, സിലിമോൺസിലുള്ള രാജേശ്വരനെ വിളിച്ചിട്ട് എത്ര മീഡിയയാണ് വരുന്നത് ഇവരുടെയൊക്കെ ഒരു ലിസ്റ്റ് തരണം ചേട്ടാ. 65 പേരുടെ ലിസ്റ്റ് എനിക്ക് കിട്ടി. ഇവളറിയത്തില്ല, ഞാൻ ഇവളറിയേണ്ട ആവശ്യമില്ല, ഞാനാണ് നോക്കുന്നത്. അങ്ങനെ ഞാൻ അമലിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഈ ലിസ്റ്റ് അവിടെ കൊടുത്തിട്ട് അപ്പോൾ അത്ര പേരെയും കൂടെ ആഡ് ചെയ്തു. ഞങ്ങൾ വരുന്ന പാക്സിൽ നിന്നും ഇത്ര പേരെയും കൂടെ ഞങ്ങൾ ആഡ് ചെയ്തു, ഇവർക്ക് വേണ്ടിയിട്ടെന്നുള്ള രീതിയിൽ ആഡ് ചെയ്തു. അങ്ങനെ കല്യാണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ബഹളമൊക്കെ ഉണ്ടാകുന്നത്. ഇവൻ മറ്റേ ഭയങ്കര ചില മൊമെന്റ്സ് ഒക്കെ ഭയങ്കര രസമാണ്. സുരേഷ് ഗോപി സാർ രാവിലെ 11 മണിക്ക് വന്ന്, ഞങ്ങൾ എത്തിയിട്ടില്ല. അതാ സുരേഷിനെ പറ്റി ചോദിക്കണം എന്ന്, കാരണം നമ്മൾ ആ ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഭയങ്കര നല്ല മൊമെന്റ് ആണ് ആ ഫോട്ടോയിൽ. നേരിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല, കാരണം ഞാൻ എത്തിയപ്പോഴേക്കും സുരേഷ് ഏട്ടൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളും പേഴ്സണലി ഭയങ്കര ചേച്ചി എന്നെ പറഞ്ഞ് എനിക്കറിയാം, എപ്പോഴും സുരേഷ് ഏട്ടനെ പറ്റി പറയാറുണ്ട്. സാറ് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ എത്തിയില്ല. അപ്പോൾ സാർ പറഞ്ഞു ഇന്ന് ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാമെന്നും പറഞ്ഞ് സാറ് പോയിട്ട് വീണ്ടും വന്നു. ഒരു 3.5 മണിക്കൂറോളം ഞങ്ങളുടെ കല്യാണ പന്തലുണ്ടായിരുന്നു. അതെ, സുരേഷേട്ടൻ ആദ്യം വന്നപ്പോ എത്തിയിട്ടില്ല, എന്നിട്ട് സുരേഷേട്ടൻ രണ്ടാമത് വന്നു. പുള്ളി വേറെന്തോ കാര്യം പോയിട്ട് പിന്നെ പുള്ളി വന്നു. എനിക്ക് തോന്നുന്നു സുരേഷ് സാറ്, എനിക്ക് തോന്നുന്നു കല്യാണത്തിന്റെ ആദ്യം ഞാൻ പറഞ്ഞത് 11:20-നും 11:50-നും ഇടയ്ക്കാണ് മുഹൂർത്തം. മേ ബി അദ്ദേഹത്തിന് കാണണമെന്നുണ്ടായിരുന്നായിരിക്കാം താലിയിടുന്നത്. അദ്ദേഹം നേരത്തെ എത്തി, 11 മണിക്ക് എത്തിയപ്പോൾ ഞങ്ങൾ എത്തിയിട്ടില്ല. ഞങ്ങൾ ഒരു 11:20 ആകുമ്പോൾ, ഐ മീൻ 11 കാലൊക്കെ ആകുമ്പോഴത്താന്നുള്ള രീതിയിലായിരുന്നു. അദ്ദേഹം പിന്നെ പോയിട്ട് തിരിച്ചു വന്നു. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് സാറിനെ എല്ലാം കണ്ട് ഞങ്ങൾ ഭയങ്കര മൊത്തത്തിൽ ഇങ്ങനെ ഇമോഷണലായിട്ട് വളരെ സന്തോഷമായിട്ട് നിൽക്കുമ്പോഴത്തേക്കും പുറത്തുനിന്ന് ശബ്ദം കേൾക്കുക, ബഹളം, എന്തോ ബഹളം, ആരൊക്കെയോ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്തും തള്ളും, എന്തൊക്കെ നമുക്കൊരു കേയോസ് നടക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കും. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കാം. ഞാനിപ്പോൾ ചിന്തിച്ചത് എന്താ സംഭവം എന്താന്ന് പറയുമ്പോഴത്തേക്കും ഇതേപോലെ രാജേഷേട്ടൻ വന്നിട്ട് ഞങ്ങളുടെ ചെവി പറഞ്ഞു, അവിടെ മീഡിയക്കാർ അടിയുണ്ടാക്കുകയാണ്, നിങ്ങൾ അകത്തോട്ട് കയറ്റിയില്ല, നിങ്ങൾ വിളിച്ചു വരുത്തിയിട്ട് അവരെ അകത്തോട്ട് കയറ്റിയില്ല എന്നും പറഞ്ഞ് അവിടെ വെള്ളം ഉണ്ടാക്കുകയാണ്, നിങ്ങൾ പറ്റുമെങ്കിൽ വന്നൊരു 10 മിനിറ്റ് സംസാരിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞ് രാജേഷേട്ടൻ വന്ന് പറയാണ്. അപ്പം ഈ ഒരു ഡസൺ ഓഫ് ആൾക്കാരുടെ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നുണ്ട്, അറിയാലോ, ഒരു വലിയൊരു ക്യൂ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഫോട്ടോ എടുത്ത് സംസാരിച്ചിരിക്കുമ്പോഴത്തേക്കും ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞൊരു 10 മിനിറ്റ് വരെ ഞങ്ങൾ പെട്ടെന്ന് പോയി ഈ മീഡിയക്കാരെ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞ് 10 മിനിറ്റിൽ ഞങ്ങൾ അങ്ങോട്ട് 10 മിനിറ്റ് ഇവരുടെ സംസാരിക്കാനായിട്ട് ഞങ്ങൾ മീഡിയക്കാർ ഈ ബഹളം കേട്ടിട്ട് മീഡിയക്കാരുടെ സംസാരിക്കാൻ ഞങ്ങൾ പോവാണ്. ഞങ്ങൾ പോകുമ്പോൾ ആസ് യൂഷ്വൽ ഞങ്ങൾ എന്നും കാണുന്ന മുഖങ്ങളൊക്കെ ഉണ്ട്, എല്ലായിടത്തും ഞാൻ ഇതൊക്കെ പറയും. ഞാനാണെങ്കിൽ എനിക്ക് ശബ്ദം ഈ വേദന ഇങ്ങനെ നിൽക്കുകട്ടോ, കാരണം ഈ കഴുത്തിടുന്ന മാലയല്ലേ, അതൊരു 15-20 കിലോ വരും. ഈ കാലം വെച്ചിട്ട് ഞാൻ നിന്ന് എനിക്ക് ശബ്ദമൊന്നും വരുന്നില്ല. ചെന്ന ഉടനെ ചിന്നു വളരെ ആ വീഡിയോ ഒക്കെയാണ് ഇപ്പം എല്ലായിടത്തും ഓടിക്കൊണ്ടിരിക്കുന്നത്. ചിന്നു വന്ന് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു, വളരെ ശാന്തമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരാൾ പറയുന്നത് നമ്മൾ പൊട്ടിത്തെറിക്കുകയാണ്, ഒരു മീഡിയക്കാരൻ. പറഞ്ഞേ
പിന്നെ നിങ്ങൾ അറിഞ്ഞിട്ടാണോ ലിസ്റ്റ്? എനിക്കത് മനസ്സിലാവുന്നില്ല. ഏത് ലിസ്റ്റ്? അപ്പൊ ഞാൻ ലിസ്റ്റ് ഞാൻ ഇങ്ങനെ ഷൗട്ട് ചെയ്യാണ്. കല്യാണം കഴിഞ്ഞ് വെളി ഇറങ്ങി വന്ന് നിൽക്കുന്ന ഞങ്ങളുടെ അടുത്ത് ഈ പുള്ളി ഷൗട്ട് ചെയ്യാണ്. അത് ഓക്കെ, കുഴപ്പമില്ല, പുള്ളിയുടെ ഇമോഷൻ ആയിരിക്കും, പുള്ളി പുറത്ത് നിന്ന് ഫൈൻ. പിന്നെ അപ്പം ഞാൻ ഇവൻ്റെ അടുത്ത് പതിയെ ചോദിക്കുന്നത് അതിൽ കാണാൻ ലിസ്റ്റ് എന്താണെന്ന് എനിക്ക്, കാരണം എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ അപ്പം തന്നെ എൻ്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ഒരാൾ. അപ്പോൾ ഇത് മനസ്സിലാക്കി നമ്മുടെ ടീം തന്നെ നമ്മൾ വാ പോവാന്ന് പറഞ്ഞ് തിരിച്ചു വന്നിട്ട് എനിക്കിത് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇവന് ഈ ലിസ്റ്റ് എന്നുള്ള ടൈം ഇവന് മനസ്സിലാവില്ല. ഇവൻ മറ്റു മീഡിയക്കാരെ ഫുഡ് കഴിക്കുക ഇതെന്താണെന്നുള്ളത് നമുക്ക് അറിയത്തില്ലല്ലോ. എന്നിട്ട് അവിടെ നിന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് സാരിയിൽ വരുമ്പോഴും ഇവരെ അവിടെ കഴിച്ചില്ല, മീഡിയക്കാർ കഴിക്കാണ്ട് നിൽക്കുക. അങ്ങനെ ഞാൻ ഇവരുടെ അടുത്ത് പോയി വീണ്ടും സംസാരിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും ഒരു 2 മിനിറ്റത്തേക്ക് ക്യാമറ താഴ്ത്തി വെക്കുമെന്ന്. എനിക്ക് നിങ്ങളുടെ അടുത്ത് പേഴ്സണലായിട്ട് എനിക്ക് സംസാരിക്കാനുണ്ടെന്ന്. സെക്കൻഡ് സാരിയിൽ അപ്പോഴും നമ്മുടെ ഫോട്ടോ എടുക്കുന്ന ആൾക്കാർ അവിടെ ബാക്കിയാണ്. അത് ചേച്ചി ആ കരഞ്ഞിട്ട് തിരിച്ച് പോയൊരു സീൻ മാത്രമാണ് നമ്മൾ വിഷ്വലി കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നുള്ള സമയം രണ്ടാമത്തെ സാരിയിൽ പോയി തിരിച്ചു വന്നിട്ട് അവരൊക്കെ എല്ലാവരും കേട്ടു, എല്ലാവരും ക്യാമറ താഴ്ത്തി വെച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ സംസാരിച്ച എന്താണ്. അങ്ങനെ ഇവരൊക്കെ പറഞ്ഞു. ഞാനത് ക്ലിയർ ചെയ്തു. അവർ ചോദിച്ചു, ഞാൻ സംസാരിച്ചു, നമ്മളത് ക്ലിയർ ചെയ്തു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിക്കണം, എന്നോട് പിണങ്ങിയിട്ടോ എൻ്റെ ഇതിന് വന്നോ നിങ്ങൾ ചെയ്യാതിരിക്കരുതെന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, അവിടെ നിന്ന് എല്ലാ മീഡിയക്കാരും അവർ സന്തോഷത്തോടെ എൻ്റെ അടുത്ത് അത് ക്ലിയർ ചെയ്ത് അവരും ഹാപ്പി, ഞാനും ഹാപ്പിയായിരുന്നു. നന്ദു പറഞ്ഞു, നിങ്ങളുടെ ഈ പിണക്കം തീർക്കാം, ട്രിവാൻഡ്രത്ത് റിസപ്ഷനിൽ നന്ദുവിൻ്റെയാണ് ഫംഗ്ഷൻ, നിങ്ങൾ എല്ലാവരും പറഞ്ഞു. അവർ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നല്ലോ. അപ്പൊ ഞാൻ അവരടുത്ത് പറഞ്ഞത് എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്, ഇവിടെ സദ്യയല്ലേ, എന്റെ റിസപ്ഷന് 2 നോൺ-വെജ് മെനു ആണ്, നിങ്ങൾ എന്തായാലും ഇത് പറഞ്ഞപ്പോ ഒരു ചേട്ടൻ ഇതേപോലെ ഒരു ചെറിയ പയ്യൻ അവൻ പറഞ്ഞു, ചേച്ചി നമുക്ക് ഫുഡ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, കണ്ടന്റ് കിട്ടിയാൽ മതി. അതിനേക്കാളും വിഷമമാണ്. കാരണം ബേസിക്കലി ഇവരൊക്കെ മനുഷ്യരാണ്, നമ്മൾ എന്നും കാണുന്ന മനുഷ്യരാണ്. അപ്പം പിന്നെ നമ്മളൊക്കെ പാറുവിന് അറിയാലോ, നമ്മൾ എന്നും ഇവരുടെ അടുത്ത് ഹായ് ബൈ പറയുന്ന ആൾക്കാരാണ്, എന്നും കാണുന്ന ആൾക്കാരാണ്. അതെ, എന്റെ അടുത്ത് എന്തിനാ എന്റെ അടുത്ത് അവിടെ ഞാൻ കാണിച്ചു കൊടുക്കും, നമുക്ക് അങ്ങനെ പറയാൻ ഫ്രീഡം ഉള്ള ആൾക്കാരാണ്. അപ്പൊ ഞാൻ ഇവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അവരും ഹാപ്പി, ഞാനും ഹാപ്പി. ആ കല്യാണത്തിനുണ്ടായ പ്രശ്നം തീർന്നല്ലോ. അപ്പൊ ഒരു ട്രിവാൻഡ്രത്തേക്ക് വരുന്നു, നമ്മൾ പ്രശ്നമെല്ലാം തീർന്നു, എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തി. പിന്നെ കാണുന്ന ന്യൂസ് ഇതാണ്. എന്നിട്ട് ഞാൻ ഇത് അന്വേഷിക്കുന്നുണ്ട്, ഇവർ സംസാരിച്ച ലിസ്റ്റിന്റെ കാര്യം ഇതൊക്കെ ഞാൻ അന്വേഷിക്കുന്നുണ്ട്, എന്താണ് പ്രശ്നം ക്ലിയർ ആയിട്ട്. പിന്നെയാണ് ശ്രീവിദ്യയുടെ കല്യാണത്തിന് ഗുണ്ടായിസ് എന്നുള്ള ന്യൂസ് കാണുന്നത്. ഗുണ്ടാവിളയായിട്ട് അപ്പോഴാണ് ആ വീഡിയോ കാണുന്നതും ഇതും. അപ്പൊ ഇവര് നമ്മളെ പിടിച്ച് തള്ളി നിന്നും ആ സമയത്ത് നമ്മളോട് പറഞ്ഞിട്ടില്ല കേട്ടോ. അവരുടെ മാന്യത കൊണ്ടാണ് അവർ സംസാരിക്കാത്തത്. ഞാൻ ഇതാണ് അതൊക്കെ അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവര് നമ്മളെ വിട്ടില്ല എന്ന് മാത്രമാണ് അവർ പറഞ്ഞത്. പിടിച്ച് തള്ളിയൊന്നും അവര് ആ സമയത്ത് എന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടായിരിക്കും അവർ പറഞ്ഞിട്ടില്ല. അങ്ങനെ അത് എനിക്ക് വിഷമായി. കാരണം നമ്മുടെ ഇത്രയും ഇത് ചെയ്തിട്ട് നമ്മളൊരു കല്യാണം നടത്തി, സങ്കടം സഹിക്കാൻ പറ്റില്ല എനിക്ക്. അങ്ങനെ പിറ്റേ ദിവസം റിസപ്ഷന് വേണ്ടി ഞാൻ റെഡി ആവുക. പിന്നെ പിറ്റേ ദിവസം 9-ാം തീയതി ഞങ്ങൾ ഇവിടുന്ന് ട്രിവാൻഡ്രം പോയി. 10-ാം തീയതി റിസപ്ഷൻ്റെ അന്നാണ് സ്പെസിഫിക് യൂട്യൂബറിൻ്റെ വീഡിയോ ഇറങ്ങുന്നത്. ഇന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, ഞാൻ ആ വീഡിയോ ഇപ്പോഴും ഉണ്ട് എൻ്റെ ഫോട്ടോഗ്രാഫറിൻ്റെ. ഞാൻ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്, നിങ്ങൾക്ക് എന്നെക്കുറിച്ച് വീഡിയോ ചെയ്യാം, ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാം. മിനിമം നിങ്ങൾ ചെയ്യണതിന് മുമ്പ് എനിക്കൊരു കോള് തരാം. എൻ്റെ നമ്പർ കിട്ടാൻ നിങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാവില്ല. നിങ്ങൾ ഈ പറയുന്ന മീഡിയ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് എൻ്റെ നമ്പർ തരും. എന്നോട് ചോദിക്കുക, ശ്രീവിദ്യ എന്താണ് സംഭവിച്ചത് അല്ലേ? അതാണ് 2 ഭാഗവും കേൾക്കണം. പിന്നെ എന്ന് പറയുന്നത് ഞങ്ങളത് സോൾവ് ചെയ്ത് വിട്ട ഒരു വിഷയം എന്തിനാണ് ഇത്ര ചർച്ചയാക്കുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു നല്ല ദിവസത്തിൽ അല്ലെങ്കിൽ 2 ദിവസം കഴിയട്ടെ, നമുക്ക് ചർച്ച ചെയ്യാം അല്ലേ? ഞാനിവിടെ എൻ്റെ എവിടെ ഓടിപ്പോകുന്ന ഒരാളൊന്നുമല്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ അന്ന് അരുണായിരുന്നു എൻ്റെ പേഴ്സണൽ മേക്കപ്പ് മാനായിരുന്നു. എൻ്റെ മേക്കപ്പ് കരഞ്ഞുകൊടുക്കുക. ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ ഇത് വരും, വീണ്ടും അറിയാലോ, ഫൗണ്ടേഷൻ ചെയ്യും. ഇങ്ങനെയാണ്. അന്ന് ഞാൻ തീരുമാനിച്ചു, ഞാൻ സംസാരിക്കണം. എനിക്ക് ഭയങ്കര ഇതായിട്ട് സംസാരിക്കാൻ അറിയില്ല. എനിക്ക് ഇന്റർവ്യൂ എടുക്കാനും ഷോ ചെയ്യാനും അല്ലാണ്ട് എനിക്ക് സത്യം പറഞ്ഞു ഒരു പ്രസ് മീറ്റ് ഒന്നും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല. എനിക്ക് അറിഞ്ഞൂടാ. നന്ദൂരൊക്കെ പിന്നെയും ബെറ്റർ ആയിട്ട് സംസാരിക്കാനായിരുന്നല്ല. ഞാൻ വിചാരിച്ചു ഞാൻ സംസാരിക്കണം, കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ ഇത്രയും നല്ലൊരു ദിവസമാണ്. ഇവിടെയെങ്കിലും ഞാൻ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ എന്നെ ആൾക്കാർ കല്ലെറി. ഇനി ആ കല്ലെറിൻ്റെ ആവശ്യം എനിക്കില്ല അല്ലേ? ഇനി ഞാൻ എന്തിനാണ് ആ കല്ലെറി കൊള്ളുന്നത്? പിന്നെ അതെനിക്ക് മനസ്സിലായി. അപ്പോഴും ഞാൻ പറയാണ്, ഒരു വിഭാഗം ആൾക്കാർ നമ്മുടെ കൂടെ നിന്ന് ഒറ്റയ്ക്ക് നിന്ന് ഭയങ്കര സങ്കടമായിപ്പോയി. ഞാൻ അന്ന് മീഡിയയോട് സംസാരിക്കാൻ റെഡി ആയിട്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞതെന്ന് ഞാൻ ആലോചിക്കണം. ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല, എന്തൊക്കെയാണ് ഒരു കല്യാണം നടത്തുന്നതിന്റെ പുറകെയുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലായില്ല.
ഞങ്ങളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പം അവരുടെ കോണ്ടന്റിന് വേണ്ടിയിട്ട് അവരിരുന്ന് വായിത്തുനിന്ന് പറയണം, അത് കണ്ടോ ഇത് കണ്ടോ, ടിഷ്യൂ പേപ്പർ പോലെ യൂസ് ചെയ്ത് വലിച്ചെറിയുകയാണ് ഇവരൊക്കെ, മനഃപൂർവ്വം വിളിച്ചു വരുത്തി അപമാനിക്കുകയാണ്. ഇനി അത് കോമൺ ആയിട്ട് പറയുന്നു എന്ന് പറയും, അത് എല്ലാവരെയും കൂടി പറയുന്ന സെലിബ്രിറ്റീസിനെ മൊത്തത്തിൽ പറയുന്ന ആണ് നിങ്ങളുടെ റീസൺ എങ്കിൽ എന്നെക്കുറിച്ച് സംസാരിക്കുന്ന, എൻ്റെ കല്യാണത്തിൽ നടന്നൊരു വിഷയത്തിൽ ആ കാര്യം സംസാരിച്ചത് ഞാനാണെന്നേ ആൾക്കാർ വിചാരിക്കത്തുള്ളൂ. അങ്ങനെ എനിക്കത് എനിക്ക് വേറെ ഒന്നുമില്ല, എന്നെ ഒന്ന് വിളിച്ച് ചോദിക്കണമായിരുന്നു, ശ്രീവിദ്യ എന്താണ് സംഭവിച്ചത്, നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്താണ് ഉണ്ടായത്. മീഡിയയുടെ സൈഡ് അറിഞ്ഞപ്പോൾ ചേച്ചിയുടെ സൈഡും കൂടെ ഒന്ന് അറിയണമായിരുന്നു. അതുപോലെ ഞങ്ങൾ സോൾവ് ചെയ്തിട്ടൊരു വിഷയമാണ്. മീഡിയക്കാർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല, അവരെല്ലാം വന്ന് നിൽക്കുക റിസപ്ഷന്. ഞാൻ രാവിലെ കാണുക അവരൊക്കെ വന്ന് നിൽക്കുന്നത്, ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്യാം അവരുടെ അടുത്ത്. അവരെല്ലാം റെഡി ആയിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ്. നിങ്ങൾക്ക് പ്രശ്നമുണ്ട് അവർ പറയുന്നതിൽ ഞാൻ കണ്ടു. അങ്ങനെ എൻ്റെ എല്ലാ ദിവസവും, എൻ്റെ കല്യാണ ദിവസവും എൻ്റെ റിസപ്ഷൻ ദിവസമൊക്കെ ഇമോഷണലി ഞാനങ്ങ്, കാരണം ആൾക്കാരെ ഉപദ്രവിച്ചു എന്ന് പറയുന്നതും, നമ്മളൊരു കാര്യം മോഷ്ടിച്ചു, ആൾക്കാരെ ഉപദ്രവിച്ചു, ഇതൊക്കെ പറയുന്നത് തട്ടിപ്പുണ്ടാക്കി, ഇതൊക്കെ പറയണത് ഭയങ്കര മോശമാണ്. ചിലപ്പോൾ അഹങ്കാരമാണെന്നോ ജാടയാണെന്നോ എന്നൊക്കെ പറഞ്ഞോട്ടെ. അങ്ങനെ ഞാൻ ഇത്രയും വലിയൊരു സൈബർ അറ്റാക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ടിട്ടില്ല. അത് വളർത്തിക്കൊണ്ടുവന്ന ആൾക്കാർ എന്നെ അങ്ങ് താഴെ ഇട്ടു ഒരു ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം. ഇതെല്ലാം എവിടെ നിന്ന് തുടങ്ങിയ സേവ് ദ ഡേറ്റിൽ നിന്ന് തുടങ്ങിയ ഇപ്പോഴും കഴിഞ്ഞിട്ടുള്ള പാറു എടുത്ത് നോക്കി ഇപ്പോഴും വരുന്ന മനസ്സ്. ഞാൻ പറയട്ടെ, അത്ര വലിയ തെറ്റാണോ ഒരു ഡ്രസ്സിന്റെ പേരിൽ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അത്ര തെറ്റാണോ? എനിക്കാണെന്ന് തോന്നുന്നില്ല. നിങ്ങളോട് സ്നേഹത്തിന്റെ പുറത്ത് പറയുന്ന ആൾക്കാരെ ഞാൻ നല്ലോണം ബഹുമാനിക്കും. കാരണം നമ്മുടെ വീട്ടിലൊരു കുട്ടിയാണ്, അങ്ങനെ ഡ്രസ്സ് ഇട്ടാൽ നമുക്ക് വിഷമമാണ്, ഞാൻ അംഗീകരിക്കുന്നു, അത് സത്യമാണ്. നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും, ശരിയാണ്. പക്ഷേ ഇത്രയൊന്നും അറ്റാക്കിന്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു ഇനി ജീവിതത്തിൽ ഒരിക്കലും കിട്ടാത്ത നല്ല ദിവസങ്ങൾ നശിപ്പിച്ചു. അതാണ് ഞാൻ ഇപ്പം ഒരു ഓണം ആയിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് കല്യാണം കഴിഞ്ഞുള്ള ആദ്യത്തെ ഓണം സംസാരിക്കുമ്പോഴും എനിക്ക് ആദ്യത്തെ 2-3 ചോദ്യങ്ങളെ നമുക്ക് സന്തോഷമായിട്ട് പറയാനുള്ളൂ കല്യാണത്തെക്കുറിച്ച്. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും ചോദിക്കേണ്ട, ഓരോ കാര്യങ്ങളും നമ്മൾ പറയുമ്പോഴും എനിക്ക് കേൾക്കുമ്പോഴും ഭയങ്കര സങ്കടം. ഞാൻ ഇപ്പോൾ വീട്ടിലിരുന്ന് വീഡിയോ കണ്ടപ്പോഴാണെങ്കിലും ഞാൻ എന്തൊരവസ്ഥയല്ല, താഴെ റിസപ്ഷൻ കഴിഞ്ഞ് താഴെ ഇരുന്ന് സംസാരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ഞാനും വീട്ടിലിരുന്നു. കാരണം എനിക്കറിയുന്നതുകൊണ്ട് നമുക്കും അത്രയും കൂടുതൽ ചിലപ്പോൾ വിഷമമാവുമായിരിക്കും. എനിക്കറിയിക്കുന്നു പലരും ഇപ്പോൾ പറഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞ് കുറച്ച് ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും ഫേസ് ചെയ്തൊരു ഇത് ഞാനും ഇത്രയും കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു നമ്മുടെ KP ഇല്ലേ, സാരി ഡ്രേപ്പ് ചെയ്യുന്ന KP ഈ മൊമെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവളെ കണ്ടിട്ട് കരയുന്നത്, ഞാനും അവള് പോസ്റ്റ് ചെയ്തതിനു ശേഷമാണ് അറിയുന്നത്. അത് ചേട്ടൻ പറയായിരുന്നു അതായത് ഹൽദി തൊട്ടേ ചേച്ചി റെഡിയായി വരുമ്പോ ഒക്കെ ചേട്ടൻ ഇമോഷണലി ഭയങ്കര കണക്റ്റഡ്. രാവിലെ ഞാൻ കാണുന്ന ഇവളെയാ, അവള് റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലോ. ആ വീഡിയോ ഇതേപോലെ KP കല്യാണം കഴിഞ്ഞ് റിസപ്ഷന്റെ അന്നാണ് അവളത് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അന്നും അതിന്റെ അടിയിൽ വന്നിട്ട് പറയാണ് ഭയങ്കര ബോറും മേക്കപ്പും ഹെയറും. ഞാൻ ഒന്നിലും കമന്റ് ചെയ്യാൻ ഒന്നിനും പോയില്ല. ഞാൻ അതിന്റെ താഴെ ഞാൻ പോയിട്ട് കമന്റ് ചെയ്തു, എന്റെ പൊന്നു പെങ്ങളെ വിട്ടേക്ക്, ഞങ്ങളൊരു ഒരാഴ്ചയെങ്കിലും ഈ ഓർമ്മകളൊക്കെ വെച്ചൊന്ന് സന്തോഷമായിട്ടിരുന്നോട്ടെ, നിങ്ങളൊന്ന് വിട്ടേക്ക്. നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ലെവൽ എനിക്ക് ടച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, പക്ഷെ എന്റെ എക്സ്പെക്ടേഷന് മുകളിലാണ്. എന്റെ ഭർത്താവിന്റെ എന്റെ ഫാമിലിയുടെ എക്സ്പെക്ടേഷന് എന്റെ കല്യാണത്തിന് ഞാൻ എന്റെ എക്സ്പെക്ടേഷനിലാണ് ഒരുങ്ങേണ്ടത് അല്ലേ? അത് എല്ലാവരും അങ്ങനെയാണ്. അപ്പം ചിലപ്പോൾ ഞാനൊരു റെഡ് സാരി ഉടുത്ത് അല്ലേ കുറച്ച് ഇതൊക്കെ ആയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് സന്തോഷമാണ്, പക്ഷെ എനിക്ക് സന്തോഷമില്ല. എൻ്റെ സന്തോഷത്തിനനുസരിച്ചിട്ടല്ലേ എൻ്റെ കല്യാണ ദിവസം ഞാൻ ഒരുങ്ങേണ്ടത്. അതെ, അത്ര എനിക്ക് അതിൽ പറയാനുള്ളൂ. അല്ല എന്തൊക്കെ വന്നാലും അറ്റ് ലാസ്റ്റ് അത് നിങ്ങളുടെ ഡേ ആണ്. നിങ്ങളാണ് തീരുമാനിക്കണം അത് എങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെ നടത്തണം. നിങ്ങളുടെ ഹാപ്പിനെസ്സിലാണ് അത് പോകേണ്ടത്. പക്ഷേ ഇപ്പം പലരും ഇത് കാണുന്നുണ്ടാവും, അതിൽ ഇവരെ സപ്പോർട്ട് ചെയ്ത ആളുകളുണ്ടാവും, ഈ പ്രശ്നങ്ങൾ ഉണ്ടായ ആളുകളുണ്ടാവും. പക്ഷെ അറ്റ് ലാസ്റ്റ് ഇത് നമ്മൾ കാണുമ്പോൾ എനിക്കടക്കം ഭയങ്കര വിഷമമുണ്ട്. കാരണം നല്ലൊരു കല്യാണം എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്യേണ്ട ഒരു സാധനം. കുറേ ബാഡ് മെമ്മറീസ് ആണ്, പക്ഷെ എന്നാൽ കുറേ നല്ല മെമ്മറീസും ഉണ്ട്. അവരായിട്ട് തന്നെ അത് അതിന്റെ ഇടയിൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ആ നല്ല മെമ്മറീസ്. ഇനി എത്ര നിങ്ങൾ എനിക്ക് വന്നപ്പോ ഒരു ഗതികേട്, എനിക്കത് ചേട്ടൻ ഗതികേട് കൊണ്ട് ചേട്ടൻ എന്താ പറയാ, എന്റെ പൊന്നു മോളെ നീ രജിസ്റ്റർ ഓഫീസിൽ പോയി കല്യാണം നടത്തി ഒരു ഫംഗ്ഷൻ വേറെ വെച്ചോ എന്നാണ് ചേട്ടൻ എന്റെ അടുത്ത് പറയണേ. ആലോചിക്കുക, നമ്മൾ തന്നെ പൈസ മുടക്കി നമ്മളൊരു കല്യാണം നടത്തിയിട്ട് നാട്ടുകാരിക്കുന്ന തെരുവത്വം നമ്മൾ തന്നെ കേൾക്കേണ്ട അവസ്ഥ ആലോചിക്കും. ഇനി എത്ര നിങ്ങളൊക്കെ ഇനി എന്ത് പറഞ്ഞാലും ഈ പറഞ്ഞവരോടാണ് പറയുന്നത്, നിങ്ങൾക്ക് എൻ്റെ നല്ല ദിവസം തിരിച്ചു തരാൻ പറ്റുമോ? ഇല്ലല്ലോ. നമ്മളങ്ങനെ കുറച്ചൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ ആണെങ്കിലും കുറച്ചൊക്കെ ഭയങ്കരമായിട്ട് നമ്മളങ്ങ് വല്ലാണ്ട് വളർത്തുമ്പോൾ ചില സമയത്ത് നമ്മളങ്ങ് ചവിട്ടിത്താഴെ. ഇവരിത് കമന്റ് ഇട്ടിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങൂടോ? നമ്മുടെ കാര്യം ആലോചിക്കുക. നമ്മൾ ഇതിലെ ഓരോ കമന്റ്സ് ഞാനിപ്പം കാണാതെ ഈ കമന്റ്സ് ഒക്കെ പറയണമെങ്കിൽ ആലോചിക്കും. ഇപ്പൊ 2-3 ഞാൻ പറഞ്ഞില്ലേ, ഒരാളങ്ങ് മോശം പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ എന്നാ പിന്നെ ഒന്ന് കുത്തി മോഹിക്കാന്ന് കരുതി അങ്ങനെ പറയുന്ന ആൾക്കാരാ.
എന്തായാലും അത് കഴിഞ്ഞു. ഞങ്ങൾ എന്തായാലും ഹാപ്പിയാണ്. ഞങ്ങൾ അതെല്ലാം സെക്രിഗേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ വളരെ പീസ്ഫുൾ ആയിട്ട് അല്ലേ. അതിന്റെ ഇടയിലും ഞങ്ങൾ ഹണിമൂൺ പോകാൻ പോകും. അതെ, ഇവരൊക്കെ ഇവിടെ നിന്ന് പറയാം ഞങ്ങൾ പോവാ, ഞങ്ങളാണ് ഞങ്ങൾ നാട് വിടാൻ പോവാ. നാട് വിടാമോ? അല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. കാരണം ചേച്ചീനെ ആ 4 ദിവസം കൊണ്ട് പേഴ്സണലി മനസ്സിലാക്കിയ ഞാനാണ്. പെട്ടെന്ന് ഡൗൺ ആവേണ്ട ചേച്ചി പക്ഷെ ഭയങ്കര ബോൾഡായിട്ട് അത് ഫേസ് ചെയ്തു എന്നുള്ളതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ചേട്ടനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ചേച്ചിക്ക് അത് കിട്ടി. പക്ഷെ രണ്ടുപേരും അത് ഭയങ്കര ബോൾഡായിട്ട് അതിനെ നന്നായിട്ട് ഫേസ് ചെയ്തു. പക്ഷെ ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങൾ. നമ്മള് സബ്യസാച്ചി സ്റ്റൈലൊക്കെ പിടിച്ചപ്പോ ആൾക്കാരെ കൊച്ചാക്കി. സാരില്ല ചേച്ചി, ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ട്. ഞങ്ങൾ ഇനിയും കെട്ടുന്നു. ഞങ്ങൾ 10 വർഷം കഴിഞ്ഞ് ഇനിയും കല്യാണം കഴിക്കുന്നു. അയ്യോ അല്ല, അതല്ല ചേട്ടൻ ഒന്നും കൂടെ ക്ലിയർ ചെയ്തോ. അതെ, എന്റെ ചേട്ടന്റെ ചേച്ചി 10 വർഷം കഴിഞ്ഞ് ഒന്നും കൂടെ കല്യാണം കഴിക്കും. ഇത് പറയുമ്പോൾ ഇപ്പൊ ടൈറ്റിൽ അതായിരിക്കും. പെടും. പാർവതി ബാബു അവരെ കൊണ്ട് വേറെ കെട്ടിപ്പിച്ചു എന്ന് പറയും. ഈശ്വരാ, കല്യാണം കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് എന്ത് 10 വർഷം കഴിഞ്ഞ് വീണ്ടും വേറെ ഒന്നിച്ച് കല്യാണം കഴിക്കാം. യെസ്. അപ്പൊ ഈ സന്തോഷം ചേച്ചി വിശക്കുന്നുണ്ടോ? ചെറുതായിട്ട് എനിക്കും ചെറുതായിട്ട് വിശപ്പ് തുടങ്ങി. അപ്പൊ നമുക്ക് സദ്യ കഴിക്കാം. കുറച്ചു നേരം സംസാരിച്ച് നമ്മൾ സദ്യ കഴിച്ചോണ്ട് ബാക്കി സംസാരിക്കാം. ഓക്കെ. സദ്യ കഴിക്കുമ്പോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാം. ഇല്ല, ഫുൾ ഹാപ്പി. ഞങ്ങളുടെ കല്യാണത്തിന് സദ്യ നേരെ കഴിച്ചിട്ടില്ല. സത്യം തമാശ പറയുന്നത്. വാ, നമുക്ക് അടിപൊളി സദ്യ കഴിക്കാം. ഡൺ. നിന്റെ കല്യാണത്തിന് നിന്റെ പരിപാടിയുടെ കുറച്ചു മുന്നേ നീ ഇപ്പോഴൊന്നും കെട്ടണമെന്ന് പറഞ്ഞാ നിന്റെ കല്യാണത്തിന് പതിയെ കിട്ടിയത് രജിസ്റ്റർ ഓഫീസ് ഒരു മരട് രജിസ്റ്റർ ഓഫീസിൽ പോയി കെട്ടുന്നു. നേരെ നീ പരിപാടിക്ക് ഇരിക്കുന്നു. ഓക്കെ, നമുക്ക് സദ്യ ഉണ്ണാം. വെറും സദ്യയല്ല, 35 കറി കൂട്ടിയിട്ടാണ് ഞാൻ സദ്യ തരാൻ പോകുന്നത്. അല്ല, ഫുഡൊക്കെ അടിപൊളിയാ. പക്ഷെ അതിന്റെ പേരാണോ പറഞ്ഞത്? ചേട്ടാ ഉരുളിയില് പിറന്നതോ? ഉരുളിയില് പോർന്നത്. അതെ, എടാ മുട്ട ചിക്കൻ ആയില്ലേ? പിന്നെ എന്തിനാണ് വീണ്ടും നമ്മൾ അതിലേക്ക് തിരിച്ചു പോകുന്നത്? വൈഷുഡായി ഇങ്ങനെ രാവിലെ നടക്കാൻ പോകുമ്പോ ഇങ്ങനെ മയിലായിരിക്കും ഫ്രണ്ടില് മാറി നിൽക്കും മയിലേ. ഇപ്പൊ ഇവിടെ ഒരു നീ കേട്ടിട്ടുണ്ടാവും ഒരു ഇൻസിഡന്റ് നന്ദു നമുക്ക് പറഞ്ഞതിനും അത് വേറെ സ്റ്റൈല. അങ്ങനെ ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരാളാണ് എന്റെ ഭർത്താവ്. കുറച്ചും കൂടെ കൊടുത്താലോ? എനിക്ക് ഭാവന കൊടുക്കും 1 കിലോ പായസം കൂടെ. ഞാനിങ്ങനെ പുള്ളി കുറച്ചുകൂടെ കറങ്ങി വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു, അങ്ങനെ പൈസ ഒക്കെ തരുന്നുണ്ടോ? ഇതിൽ ചിലവർ ഇനിയിപ്പോ നാളോന്ന് പറയുമായിരിക്കും പെണ്ണുമ്പിള്ളയുടെ ചിലവിലല്ലേ ജീവിക്കുന്നത്. അതെ, അതിനെന്താ എന്റെ പെണ്ണുമ്പിള്ളയല്ലേ, കണ്ടവന്റെ അല്ലല്ലോ. എന്റെ ഭാര്യയുടെ ചിലവ് ജീവിക്കുന്നതിൽ എനിക്കെന്താ?